ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിട്ടുന്ന കുറച്ച് പരാതികൾ അല്ലെങ്കിൽ കുറച്ചധികം ഡൗട്ട്സുകൾക്ക് ഒരു റിപ്ലൈ തരാനാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടപാടുകളൊക്കെ നമ്മൾ ബ്രോക്കർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ് സ്റ്റോക്സും സെറോദയും ഫയേഴ്സിലൊക്കെ ഉള്ള സ്റ്റോക്കുകളാണെങ്കിലും നമ്മൾ ലൈവ് ചെയ്യുന്ന ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ്, ഓപ്ഷൻ സെല്ലിംഗ്, ഈ പൊസിഷൻസൊക്കെ നമ്മൾ ICICI ഡയറക്റ്റ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ICICI ഡയറക്റ്റിലേക്ക് നമ്മളുടെ 2.5 crore പോർട്ട്ഫോളിയോ പതുക്കെ നമ്മൾ ICICIയിലേക്ക് മാറ്റാം. ഓൾറെഡി ഒരു 50 to 60 lakhs നമ്മൾ മാറ്റി കഴിഞ്ഞു. ആൻഡ് ദ ഫുൾ പോർട്ട്ഫോളിയോ നമ്മൾ പതുക്കെ ICICIയിലേക്ക് മാറ്റുവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വിക്ക് ഡിസിഷൻ എടുത്തതെന്നും അല്ലെങ്കിൽ ICICIയിലേക്ക് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒത്തിരി പേര് ICICIയിൽ ചാടി കയറി ഡിമാറ്റ് ഓപ്പൺ ചെയ്തു. നല്ല കാര്യം തന്നെയാണ്, ബിക്കോസ് ട്രേഡേഴ്സിന് ഒത്തിരി വേണ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് ICICIയുടെ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 ലക്ഷം രൂപ വരെയുള്ള സ്റ്റോക്കുകൾ മേടിക്കാം. സോ നിങ്ങളുടെ ക്യാപിറ്റലിന് 3x ഒക്കെ ലോൺ കിട്ടും. ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. സ്വിംഗ് ലോങ് ടൈം സ്റ്റോക്കുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി ബെനിഫിറ്റ് ആണ്. ആൻഡ് മെയിൻ അതിന് ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 1 year വരെ ഹോൾഡ് ചെയ്യാം. ഇൻട്രാഡേക്കൊക്കെ ലിവറേജ് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് 1 കൊല്ലം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ സ്വിംഗ് ആൻഡ് ലോങ് ടൈം ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡൻ, ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു അത്. ആൻഡ് സെക്കൻഡ് ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന ഫണ്ടിന് ഒരു ഇൻട്രസ്റ്റ് കിട്ടും. അവിടുത്തെ FD റേറ്റ് പോലെ ഒരു 7-8% ഒക്കെ ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. നമ്മൾ സെറോദയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന ക്യാപിറ്റൽ വെറുതെ കിടക്കുവാണ്. 1 രൂപ പോലും നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നില്ല. സോ നമ്മളെല്ലാം ട്രേഡർമാരാണ്, ബിസിനസ്സുകാരാണ്. ഏത് മുക്കിലും മൂലയെന്നോ നമുക്കൊരു പലിശ കിട്ടുമോ അല്ലെങ്കിൽ ഒരു റവന്യൂ കിട്ടുമോ അവിടെ നമ്മൾ ചാടി വീഴുന്ന ആൾക്കാരാണ്. സോ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഫണ്ടിന് ഒരു FD ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആൻഡ് തേർഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ്, ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ എത്രയും പെട്ടെന്ന് ICICIയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു, പ്ലഡ്ജിങ്. ബിക്കോസ് നമ്മളുടെ ഒരു മേജർ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു 80% ട്രേഡിംഗ് കാര്യങ്ങളും ഓപ്ഷൻ സെല്ലിങ്ങിനാണ് നിൽക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, ഓപ്ഷൻ സെല്ലിങ്ങിന് നല്ലൊരു ക്യാപിറ്റൽ വേണം. നിലവിലുള്ള ബ്രോക്കേഴ്സ്, ഇപ്പോൾ ഞാൻ സ്വിച്ച് ചെയ്തത് എൻ്റെ ഓപ്ഷൻ സെല്ലിംഗ് പോർട്ട്ഫോളിയോ IIFL എന്ന് പറഞ്ഞ ബ്രോക്കറിൽ നിന്നാണ് ICICIയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് IIFLിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പോർട്ട്ഫോളിയോ സെറോദയിലും ഫയേഴ്സിലുമായിരുന്നു. അവിടെ നിന്നാണ് IIFLിലേക്ക് മാറ്റിയത്. അതിൻ്റെ കാരണം എന്തായിരുന്നു? അത് കുറേ നാൾക്ക് മുമ്പ്, ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് 1 year ആയിട്ട് നമ്മൾ IIFL യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം സെറോദയിലൊക്കെ ഔട്ട് ഓഫ് ദ മണി, ഒരു നല്ലൊരു ഓപ്ഷൻ സെല്ലർക്ക് ഒത്തിരി വൈഡ് ഔട്ട് ഓഫ് ദ മണിയൊക്കെ ട്രേഡ് എടുക്കേണ്ടി വരും. പല സമയങ്ങളിലും OA റെസ്ട്രിക്ഷൻസ് കാരണം സെറോദ, ഫയേഴ്സ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഔട്ട് ഓഫ് ദ മണി കിട്ടാറില്ല. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ പറ്റില്ല, ട്രേഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ നമുക്കൊരു തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. സോ ഫയേഴ്സും സെറോദയും ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നതും നമ്മളത് എന്തിലേക്ക് മാറ്റി, ഇതില്ലാത്ത IIFLിലേക്ക് മാറ്റി. ബട്ട് ലേറ്റർ നോക്കിയപ്പോൾ IIFLിലും മറ്റൊരു ബുദ്ധിമുട്ട്, IIFLിൽ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്ത് ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ നിങ്ങളോട് 50% ക്യാഷ് കമ്പോണൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. എല്ലാ ബ്രോക്കർമാരും പറഞ്ഞിരുന്നത് സെബിയുടെ റോളാണ്. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 lakhs സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തെടുക്കാം. അത്രയും എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് റിസർവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്ലെഡ്ജ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ബട്ട് ICICI ആണ് ആ തെറ്റിദ്ധാരണ മാറ്റിയത്. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, മേ ബി നിങ്ങളിൽ പലർക്കും ചിലപ്പം അത് അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എന്നോട് മറ്റ് ബ്രോക്കേഴ്സ് പറഞ്ഞിട്ടുള്ളത്, ഇത് സെബിയുടെ റൂളാണ്, 50-50 ക്യാഷ് കമ്പോണൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് ആക്ച്വലി അതല്ല, അത് ബ്രോക്കറോടാണ് സെബി പറഞ്ഞിരിക്കുന്നത്, ക്ലയൻറ്റിൻ്റെ നിന്ന് മേടിക്കാൻ പറഞ്ഞിട്ടില്ല. സോ ICICI വലിയൊരു ബാങ്ക് ആയതുകൊണ്ടും അവർക്ക് പൈസയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടും അവർ നമ്മുടെ നിന്ന് ആ പൈസ മേടിക്കുന്നില്ല. ICICIയിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ ഇതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 2.5 to 3 crore പോർട്ട്ഫോളിയോ ഉണ്ട്. ഈ പോർട്ട്ഫോളിയോയിൽ ഞാൻ പകുതിയാണ്, ഇപ്പോൾ IIFLാണ് എൻ്റെ പോർട്ട്ഫോളിയോ എങ്കിൽ എനിക്ക് പകുതിയെ എനിക്ക് സ്റ്റോക്ക് മേടിക്കാൻ പറ്റുള്ളൂ. സോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന പൈസ ആ സെല്ലിങ്ങിന് മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് സ്റ്റോക്ക് മേടിക്കാനോ ഒരു ലോങ് ടൈം നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനോ നമുക്കൊരു അവസരം ഉണ്ടായിരുന്നില്ല. ആൻഡ് നിലവിൽ നമ്മുടെ കോപ്പി ട്രേഡ്, എന്നെ കോപ്പി ചെയ്യുന്ന, ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന നമ്മുടെ ക്ലയൻസൊക്കെ എപ്പോഴും പറയാറുണ്ട്, സാർ നമുക്ക് സ്റ്റോക്ക് മേടിച്ച് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുമോ, നല്ല സ്റ്റോക്കിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റി മിസ്സാവാണ്. ഇപ്പോൾ എത്ര ഉണ്ടായി, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സൊക്കെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം നല്ല ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ അതിനൊരു സൊല്യൂഷനാണ് നമുക്ക് ICICI തന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റയർ പോർട്ട്ഫോളിയോ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതും സ്വിംഗ് ലോങ് ടൈം ഒക്കെ ചെയ്യുന്ന പോർട്ട്ഫോളിയോ നമ്മൾ ICICIയിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ചത്. വരും ദിവസങ്ങളിൽ ഈ പോർട്ട്ഫോളിയോ, ഈ സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, നമ്മുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്കും കാണിച്ചു തരാം. ആൻഡ് സൂൺ കോപ്പി ട്രേഡിങ്ങും നമ്മൾ ICICIയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് IIFLിൽ നിന്ന്. സോ ഈ പറയുന്ന ബെനിഫിറ്റുകളൊക്കെ ഇപ്പോൾ നമുക്ക് അഡീഷണലി ഞാൻ കിട്ടുമെന്ന് പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. സോ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പോർട്ട്ഫോളിയോ, കോപ്പി ട്രേഡ് നമ്മൾ ഉടൻ ICICIയിലേക്ക് മാറ്റും, സ്വിംഗ് ലോങ് ടൈം ട്രേഡുകൾ ICICIയിലേക്ക് മാറ്റും. ഈവൻ മാർജിൻ ഫണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ കയ്യിലുള്ള പൈസയുടെ 3 ഇരട്ടി വരെ നിങ്ങൾക്ക് നല്ല സ്വിംഗ് സ്റ്റോക്കുകൾക്ക് മേടിക്കാനും പറ്റും. സോ ഇത്തരം ഗുണങ്ങളും ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും പൈസ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളും ICICI സെക്യൂരിറ്റീസ് തരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ആൻഡ് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഒത്തിരി പേര് ആ വീഡിയോ കണ്ട് ഡിമാറ്റ് ഓപ്പൺ ചെയ്തു. നിലവിൽ നല്ല രീതിയിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർ, ദെൻ പുതിയതായി വരുന്ന ക്ലയൻസ് പോലും ICICIയിൽ ഡിമാറ്റുകൾ ഓപ്പൺ ചെയ്തു. പക്ഷേ അതൊരു ചെറിയ പ്രശ്നം പറ്റി. ഈ പുതിയ വന്ന ആൾക്കാർക്കൊക്കെ ഈ പ്ലാറ്റ്ഫോം അങ്ങോട്ട് സ്യൂട്ടാവുള്ള,
ഈ സെറോദയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നപ്പം ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നി. നമ്മൾ എന്തൊരു പുതിയ കാര്യം ചെയ്താലും നമുക്ക് തുടക്കത്തിൽ കുറച്ച് ഡിസ്കംഫോർട്ട് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ സെറോദയെന്നും ഫയേഴ്സിന്നൊക്കെ IFL മാറിയപ്പം അപ്പോൾ ആലോചിച്ചിട്ടുണ്ട് എന്തൊരു പ്ലാറ്റ്ഫോമാണ് അത്. പക്ഷേ അത് യൂസ്ഡ് ആയപ്പോൾ നമുക്കൊരു പ്രശ്നമില്ലാണ്ടായി മാറി. ഇപ്പോൾ ICICIയിലേക്ക് ഞാൻ തുടക്കം മാറിയപ്പോഴും എനിക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എളുപ്പമായിട്ട് ഓർഡർ പ്ലേസ്മെൻ്റ് ഒക്കെ മനസ്സിലാക്കാം. പക്ഷേ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ഡിഫിക്കൽട്ടാണ്. അവർക്ക് എന്ത് ചെയ്താലും മനസ്സിലാവുന്നില്ല. നമ്മൾ സപ്പോർട്ട് ടീമൊക്കെ എത്ര ഗൈഡൻസ് കൊടുത്തിട്ടും പല കാര്യങ്ങളും ഒരു ക്ലാരിറ്റി വരുന്നില്ല. എസ്പെഷ്യലി ഇപ്പോൾ ഈ മാർജിൻ ഫണ്ടിങ് 3 മടങ്ങ് എങ്ങനെ എടുക്കാം എന്നുള്ളതും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കിട്ടും, അതല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്ത് സ്റ്റോക്ക് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന എങ്ങനെ പ്ലഡ്ജ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് വന്നു. സോ കോമൺ ആയിട്ട് കുറേയും റിക്വസ്റ്റുകൾ, ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്നൊക്കെ ഉള്ള ഒത്തിരി കമൻസോ അല്ലെങ്കിൽ ഒത്തിരി റിക്വസ്റ്റുകൾ നമ്മുടെ ടീമിന് കിട്ടിയപ്പോഴാണ് ഇങ്ങനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു ICICI ഡയറക്റ്റ് പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മേടിക്കാം വിൽക്കാം, എങ്ങനെ പ്ലഡ്ജ് ചെയ്യാം, എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഒക്കെ എങ്ങനെ പ്ലേസ് ചെയ്യാം, അങ്ങനെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ICICI പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ടൂർ തന്നെ പോവാം. സോ ഇതാണ് ICICI സെക്യൂരിറ്റീസിൽ ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പേജ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് പാസ്വേഡും യൂസർ ID കിട്ടിയിട്ട് ലോഗിൻ ചെയ്ത പേജാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ICICIയിലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ആൻഡ് മൂവ് ചെയ്യുമ്പോൾ പലർക്കും ഒരു പ്രശ്നമാണ്, എനിക്ക് ഓൾറെഡി എൻ്റെ സെറോദയിൽ കുറേ സ്റ്റോക്ക് കിടക്കുന്നുണ്ട്, എനിക്കത് ക്ലോസ് ചെയ്യാണ്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് അതിന് നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്ത് തരും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഇതുപോലെ സ്റ്റോക്കൊക്കെ ട്രാൻസ്ഫർ, ക്ലോസ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് അവിടെയുള്ളത് അങ്ങനെ തന്നെ ICICI ഡയറക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു രൂപ പോലും കാശൊന്നും കൊടുക്കാതെ, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അങ്ങനെ തന്നെ സ്റ്റോക്ക് നമ്മുടെ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാം. സോ നിങ്ങൾ പുതിയതായിട്ടൊരു ബർഡനും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. സോ അത്തരം കാര്യങ്ങൾക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ. അല്ല എന്തെങ്കിലും നമ്മുടെ ടീമിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും. നിങ്ങൾക്ക് അവർക്ക് അത്യാവശ്യം വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആധാർ വേണം, പാൻ കാർഡ് വേണം, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി വേണം. ഇതൊക്കെ ബേസിക് KYC കാര്യങ്ങളാണ്. നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് തരും. മേ ബി 1 or 2 days എടുക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിലേക്ക് യൂസർ ID പാസ്വേഡൊക്കെ കിട്ടും. ലേറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ നിങ്ങളൊരു ആപ്പൊക്കെ പ്ലേ സ്റ്റോറിൽ പോയി ICICI ഡയറക്റ്റ് സെർച്ച് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതല്ലെങ്കിൽ ഇതുപോലെ വെബ് വേർഷൻ ICICIdirect.com ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോവുക. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അക്കൗണ്ട് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. യെസ്, സോ ഇത് ലോഗിൻ ചെയ്ത് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഫസ്റ്റ് തിങ് ഞാൻ എപ്പോഴും പറയുന്നത്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് തിങ് ചെക്ക് ചെയ്യേണ്ടത് ബ്രോക്കറേജ് പ്ലാൻ സെലക്ട് ചെയ്യണം. അതാണൊരു പ്രശ്നം. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലൊക്കെ ഇപ്പോൾ സെറോദയിലേക്ക് ഓപ്പൺ ചെയ്താൽ ഡിഫോൾട്ടായിട്ട് 20 rupees പെർ ഓർഡർ എന്നുള്ളൊരു സ്ലാബിലായിരിക്കും. പക്ഷേ ICICI അങ്ങനെയല്ല, അല്ലെങ്കിൽ മെയിൻ ബ്രോക്കേഴ്സ് ഒന്നും അങ്ങനെയല്ല. നിങ്ങൾ ഒരു പ്ലാൻ ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഒരു 1 time കോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിൽ. സോ പ്ലാൻ ചൂസ് ചെയ്യാനായിട്ട് നേരെ സെറ്റിംഗ്സിലേക്ക് പോകാം. ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സോ ഒരു റിയൽ ട്രേഡിംഗ് അവേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാബുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബിക്കോസ് ICICI ഒരു ഫുൾ ബ്രോക്കർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലോഗിൻ ചെയ്യുമ്പോൾ കാണാം, ഈ ഒരു പേജിൽ കണ്ടമാനം ഓപ്ഷൻസ് ഉണ്ട്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ മാച്ച് കളഞ്ഞേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. സോ നിങ്ങളൊരു സെറ്റിങ്സിൽ പോവുക. അവിടെ മൈ ബ്രോക്കറേജ് പ്ലാൻ എന്നൊരു പ്ലാൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം കറണ്ട് പ്ലാൻ. ഇപ്പം എൻ്റെ പ്ലാൻ ഇവിടെ കിടക്കുന്നത് M-Saver എന്ന് പറഞ്ഞ പ്ലാനാണ്. പ്ലസ് ICICI Neo എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. ഇത് M-Saver എന്ന് പറഞ്ഞ ഡിഫോൾട്ട് പ്ലാനാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ പ്ലാനിലായിരിക്കും കിടക്കുക. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഈ പ്ലാനിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം ബ്രോക്കറേജ് കൂടുതലായിരിക്കും. ഏകദേശം 40-50 രൂപയൊക്കെ പെർ ഓർഡർ ബ്രോക്കറേജ് വരും. സെറോദയിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കൂടുതലാണ്. സോ അതാണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളൊരു പ്ലാൻ ചൂസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ M-Saver മാറ്റാത്തതിൻ്റെ കാരണം ഇതെൻ്റെ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ്, വേറെ സ്റ്റോക്കൊന്നും ചെയ്യല്ല. ഒരു 10 lakhs ഓപ്ഷൻ സെല്ലിംഗ് ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നിയോ പ്ലാൻ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. എന്താണ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. സോ M-Saver എന്നുള്ള ഡിഫാൾട്ട് പ്ലാനാണ്. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു പ്ലാൻ ചൂസ് ചെയ്യുക. ഈ താഴെ ഏതെങ്കിലും ചേഞ്ച് പ്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ പ്ലാൻ കിട്ടും. 299 ആനുവലി ആണ്. ഇതൊന്നും എടുക്കണ്ട, ഞാൻ ആവശ്യമുള്ളത് മാത്രം പറയാം. 999 പ്ലാനിൻ്റെ ലൈഫ് ടൈം ആട്ടോ. നിങ്ങൾക്ക് ഒരിക്കൽ ഇത് ചെയ്താൽ മതി, എല്ലാ കൊല്ലമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ എൻ്റെ മാർജിൻ ഫണ്ടിങ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് പോർട്ട്ഫോളിയോയിലെ അക്കൗണ്ടിൽ ഏറ്റവും വലിയ പ്ലാൻ തന്നെ എടുത്തിരിക്കുന്നത് 9,999 രൂപയുടെ ഏറ്റവും ലാസ്റ്റ് പ്ലാൻ. അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. കാര്യം അതിൻ്റെ ട്രേഡിൻ്റെ ബ്രോക്കറേജ് ഇവൻ സെറോദയ്ക്കായും കുറവാണ്. 0.07% ഉള്ളൂ. ദെൻ ഓപ്ഷൻസിന് പെർ ലോട്ട് 7 ഉള്ളൂ. പക്ഷേ ഇത് നോക്കണ്ട, നമ്മൾ നിയോ പ്ലാൻ എടുക്കുന്നതുകൊണ്ട് ഈ ICICI നിയോ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിയോ പ്ലാൻ കമ്പൽസറി ആണെന്ന് തന്നെ പറയാം. ബിക്കോസ് ഇവിടെ പെർ ഓർഡർ പെർ ലോട്ടിനൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ലോട്ട് എടുക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈം പ്ലാനിലെ ഏറ്റവും കൂടുതൽ പ്ലാൻ എടുത്താൽ പോലും ഓപ്ഷൻസ് ട്രേഡിന് പെർ ലോട്ട് 7 rupees ആണ്. ആലോചിക്കുക. അപ്പോൾ 20-30 ലോട്ടൊക്കെ എടുക്കുമ്പോൾ 150 രൂപയൊക്കെ ആവറേജ് ബ്രോക്കറേജ് വരും അല്ലേ. സോ ഈ പെർ ലോട്ട്
ഇത് ചെറിയ ക്യാപിറ്റലുള്ളവർക്ക് ഒരു ലോട്ട് എടുക്കുന്നവർക്ക് മെച്ചമാണ്. ബിക്കോസ് സെറോദയിൽ ഒരു ലോട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 20 രൂപ വരും. എന്നാൽ ICICIയിൽ ഒരു ലോട്ട് എത്രയേ വരുള്ളൂ? 7 rupees വരുള്ളൂ ചെറിയ ലോട്ട് എടുക്കുന്നവർക്ക്. ബട്ട് 10,000 രൂപയെ കൊടുത്ത് പ്ലാൻ ചൂസ് ചെയ്യുന്നവർ എന്തായാലും ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കില്ല. അവർ 5-10 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള ആൾക്കാരായിരിക്കും. സോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിയോ പ്ലാൻ ചൂസ് ചെയ്യണം. ഇവിടെ നിയോ പ്ലാനിൻ്റെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇത് കിട്ടാൻ വേണ്ടി നിയോ പ്ലാൻ ആക്ടിവേറ്റ് ICICI നിയോ പ്ലാൻ എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അതിൽ കയറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലിക്ക് ഹിയർ ഉണ്ട്, വളരെ ചെറുതായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ പോലെ ഒരു ഹൈഡ് ചെയ്തൊക്കെ അവർ നിയോനെ പറ്റി പറഞ്ഞത്. കാരണം ബാങ്കിന് അല്ലെങ്കിൽ ICICI ഡയറക്റ്റും ചിലപ്പോൾ നിയോ പ്ലാൻ അത്ര സന്തോഷമായിരിക്കില്ല. കാരണം കൂടുതൽ ബ്രോക്കറേജ് മറ്റു പ്ലാനുകളിലാണ് കിട്ടുക. ഇവിടെ ബ്രോക്കറേജ് ക്ലയൻസിൻ്റെ കുറയുന്നതുകൊണ്ട് ഇവരുടെ വരുമാനം കുറയുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെറുതായി കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിയോ പ്ലാൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇതിപ്പോൾ എക്സിറ്റ് നിയോ പ്ലാൻ എന്നാണ്. ബിക്കോസ് എന്താ, നമുക്ക് ഓൾറെഡി പ്ലാൻ ഉള്ളതുകൊണ്ട്. പ്ലാൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ആക്ടിവേറ്റ് നിയോ പ്ലാൻ എന്നൊരു ബട്ടൺ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് OTP എന്തൊക്കെയോ ഉണ്ട് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ ഒരു 24 hours നിങ്ങൾക്ക് ആക്ടിവേഷൻ ആവും. ഈ പൈസ 299 പ്ലസ് GST ആണെന്ന് തോന്നുന്നു അതിൻ്റെ ചാർജ്, 1 time ആണ്. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, അവരൊരു 24 hours ഡെബിറ്റ് ചെയ്തോളും. പൈസ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ഈ റിക്വസ്റ്റ് ക്യാൻസൽ ആയി പോകും, വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഈ നിയോ പ്ലാൻ എടുത്താൽ ഗുണങ്ങൾ കണ്ടോ? ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാനായിട്ട് 0 rupees ഉള്ളൂ, ഒറ്റ പൈസയും കൊടുക്കണ്ട. ഓപ്ഷൻസ് ചെയ്യാൻ പെർ ഓർഡർ 20, ഒരു ഓർഡർ 20 ആണ് വേണ്ടത്. ശ്രദ്ധിക്കുക, 2 ബ്രോക്കറേജ് പ്ലാൻ ഉണ്ട്. പെർ ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് പെർ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടത് എത്രയാണ്? പെർ ഓർഡർ. എത്ര ലോട്ട് എടുത്താലും നമുക്ക് ഒരു മാക്സിമം 20 രൂപ പോകാൻ പാടുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുക, നിയോ പ്ലാൻ. അതുപോലെ മാർജിൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 20 rupees, കറൻസി F&O കമ്മോഡിറ്റി എല്ലാത്തിനും ഫ്ലാറ്റ് 20 ആയി മാറും. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്യൂച്ചർ ഓപ്ഷൻസ് ICICIയിൽ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ നിയോ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പം നിയോ പ്ലാൻ മാത്രം മതിയൊന്നും ചോദിക്കും, പോരാ. നിങ്ങൾ നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ മാർജിൻ ഫണ്ടിങ്, നിങ്ങൾക്ക് 3x ലിവറേജ് ഒക്കെ കിട്ടാൻ ആ മാർജിൻ ഫണ്ടിങ് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന മറ്റേതെങ്കിലും പ്ലാനുകൾ കൂടി നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. കാരണം മാർജിൻ ഫണ്ടിങ്ങിന് ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു 9 to 20% വരെ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഏത് പ്ലാനാണെന്ന് നോക്കിയിട്ടാണ്. സോ മാർജിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 299 പ്ലാൻ എടുത്താൽ 20%. ദാറ്റ് മീൻസ് നിങ്ങൾ എടുക്കുന്ന ലോണിൻ്റെ മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് 1 ലക്ഷം ഉണ്ട്, ബാങ്ക് നിങ്ങൾക്ക് 3 ലക്ഷം തന്നു എന്ന് വിചാരിക്കും. ആ 3 ലക്ഷത്തിന് നിങ്ങൾ 20% ആനുവൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. 999 പ്ലാനിലും അത് തന്നെ. 199 16%, 299 16%, 499 അതായത് ഏകദേശം 5000 രൂപയുടെ 1 time പ്ലാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറയുക, 9.69. ഏറ്റവും കൂടിയത് 10,000 പ്ലാനാണ്. എനിക്കിത് മനസ്സിലാവാത്ത കാര്യമുണ്ടോ? എന്നാൽ 10,000 റൗണ്ടായിട്ട് എഴുതാൻ പാടില്ല. 9,999 ഇത് തന്നെ ഉടായ്പാണ്. ബട്ട് ഇത് എല്ലാവരും ചെയ്യുന്ന, ഇപ്പം നമ്മൾ എന്ത് പ്രോഡക്റ്റ് മേടിച്ചാലും 5,000 എന്ന് പറയില്ല, 4,999 1 രൂപ കൂടെ മാറ്റി വെച്ചേക്കും. എനിവേ അതൊരു ബിസിനസ് രീതി തന്നെയാണ്. സോ 10,000 rupees 9,999 പ്ലാൻ എടുത്താൽ 9.69 അത് വേണമെന്നില്ല. ഈ MTF ഇൻട്രസ്റ്റ് ഇതിൽ രണ്ടിലും സെയിം ആണ്. അപ്പോൾ ഏതെടുത്താൽ മതി? ഈ 5,000 രൂപയുടെ പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഞാൻ എടുക്കാൻ കാരണം എനിക്ക് ഈ പറയുന്ന എല്ലാ കാര്യവും നോക്കണം. ക്യാഷിലൊക്കെ സ്റ്റോക്ക് മേടിച്ചാൽ 0.07 ഉള്ളൂ, മാർജിനിൽ 0.007 ഉള്ളൂ. ഏറ്റവും ലീസ്റ്റ് ബ്രോക്കറേജ് ഇതിലാണ്. നമ്മൾ എനിവേ എബൌട്ട് 2 crore ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 10,000 1 time കോസ്റ്റ് കൊടുത്താൽ ഒരു നഷ്ടമില്ല. ഒരു മാസത്തെ ട്രേഡിൽ നിന്ന് തന്നെ, ആ ബ്രോക്കറേജിൽ നിന്ന് തന്നെ നമുക്ക് ഈ പൈസ തിരിച്ചു കിട്ടും. സോ നിങ്ങളും അത്യാവശ്യം 5 to 10 lakhs ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന, എസ്പെഷ്യലി ഓപ്ഷൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഇതിലേതെങ്കിലും പ്ലാൻ ചൂസ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 5,000 10,000 പ്ലാൻ മസ്റ്റായിട്ടും ചൂസ് ചെയ്യുക. ബിക്കോസ് എന്നാലാണ് ഈ ബെസ്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ 10 ലക്ഷത്തിനൊക്കെ മുകളിൽ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് 10,000 പ്ലാൻ എടുത്തോ, വർത്താണ്. 1 time കോസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇത് വർത്താണ്. അതല്ലെങ്കിൽ 4,999 എടുത്താലും മതി. ഇൻട്രസ്റ്റ് റേറ്റ് ഇതായിരിക്കും MTF യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാനൊക്കെ ഏകദേശം ഒരു 40 lakhs ഏകദേശം MTF പൊസിഷൻ മാർജിൻ ഞാൻ എടുത്തിട്ടുണ്ട് ICICIയിൽ നിന്ന് നമ്മുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ വെച്ചിട്ട്. അപ്പോൾ ആ 40 lakhsന് എനിക്ക് എത്ര ഇൻട്രസ്റ്റ് വരും? ഒരു 9.69% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. സോ ഈ 9.6% ഇൻട്രസ്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കൊല്ലം കൊണ്ട് ഞാൻ ആ മേടിച്ച സ്റ്റോക്ക് സ്വിംഗ് ലോങ് ടൈം ഒക്കെ ട്രേഡ് ചെയ്ത് ഇതിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റണം. ഇപ്പോൾ HDFC ബാങ്ക് ഞാൻ മേടിച്ചു, അതിൽ നിന്ന് ലാഭം 5% എനിക്ക് കിട്ടിയുള്ളൂ, വേറെ 9% ഞാൻ പലിശക്ക് എടുത്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് 20-25% എങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ഇതെടുക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എടുത്താലാണ് അത് പ്രോഫിറ്റബിൾ ആവുള്ളൂ. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സോ ഇതാണ് ഒരു മെയിൻ പ്രോസസ്സ്. മസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു പ്ലാൻ ചൂസ് ചെയ്യുക, ഈ പ്ലാനിനും ചൂസ് ചെയ്യുക. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ മെയിൻ അക്കൗണ്ടിൽ, എൻ്റെ MTF ഒക്കെ എടുത്തിരിക്കുന്ന അക്കൗണ്ടിൽ ഞാൻ ഈ ബിഗർ പ്ലാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു 10 lakhs അക്കൗണ്ടാണ്. 10 lakhs അക്കൗണ്ടിൽ എനിക്ക് നിയോ പ്ലാൻ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇതെൻ്റെ പ്യൂർലി ഓപ്ഷൻ സെല്ലിംഗ് പോർട്ട്ഫോളിയോ ആണ്. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ജസ്റ്റ് കാണിച്ചു തരാം. F&O പോർട്ട്ഫോളിയോ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിന് മാത്രം കണ്ടില്ല. ഇതെല്ലാം ഓപ്ഷൻ സെല്ലിംഗ് പോർട്ട്ഫോളിയോ ആണ്. ഇന്ന് എടുത്തിരിക്കുന്ന ട്രേഡുകളാണ് 10 lakhsൽ. ഇന്ന് ഏകദേശം ഇത് ഇൻട്രാഡേ പൊസിഷൻസ് ആയിരിക്കും. ഓപ്ഷൻ സെല്ലിംഗ് ഇൻട്രാഡേ ആണ് കേട്ടോ.
ലോങ് എക്സ്പയറി ഒന്നുമല്ല, ഷോർട്ട് എക്സ്പയറിയിൽ ചെയ്യുന്ന ഒരു പൊസിഷനാണ്. നമ്മളെല്ലാം സെപ്പറേറ്റ് ആണ്. വൈഡ് എക്സ്പയറിയിൽ വേറെ അക്കൗണ്ടിലായിരിക്കും എടുക്കുക, ഷോർട്ട് എക്സ്പയറിയിൽ വേറെ അക്കൗണ്ടിലായിരിക്കും. അതിൻ്റെ കാരണം ഒത്തിരി കാരണങ്ങളുണ്ട്. മെയിൻ ടാക്സേഷൻ തന്നെയാണ് ഒരു ഇഷ്യൂ. ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇത്രയും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടാക്സ് 30% ടാക്സ് ലാബിലാണ് എനിവേ വരാം. സോ ഞാൻ എൻ്റെ ഫാമിലി ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ഒരു 10-12 അക്കൗണ്ടുകളിലൂടെ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഗുണം, അപ് ടു 7 lakhs വരെ ഇൻഡിവിജ്വൽ ഇൻകം കിട്ടിയാലും നമ്മൾ 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. ഈ പൈസയൊക്കെ കൂടി സിംഗിൾ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 30% എനിക്ക് കിട്ടിയ ലാഭം. സോ എനിക്ക് 10 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ കിട്ടിയെങ്കിൽ അതിൻ്റെ 30% ടാക്സ് കൊടുക്കേണ്ടതുകൊണ്ട് ഇത് തന്നെ ഒരു 3-4 അക്കൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. ഇറ്റ്സ് വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. വിശ്വസിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ട്, അച്ഛനമ്മ, ബ്രദേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുക. ഈ ടോപ്പിക്കിനെ പറ്റി ഞാൻ എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ ഇന്ത്യയിൽ ടാക്സ് ലാഭിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഫോറക്സും ക്രിപ്റ്റോവും US മാർക്കറ്റിലെ ട്രേഡൊക്കെ ടാക്സ് ലാഭിക്കാൻ വേണ്ടി നമ്മൾ ദുബായിൽ പോയി കമ്പനി രൂപീകരിച്ച് അവിടെ ഭംഗിയായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അവിടെ 1 രൂപ ടാക്സ് കൊടുക്കേണ്ട. ഇന്ത്യയിലും ഒരു പരിധി വരെ നിങ്ങൾക്ക് ടാക്സ് അവോയ്ഡ് ചെയ്യാം. അതിനുള്ള ഷോർട്ട് കട്ട്സ്, ഇതുപോലത്തുള്ള ചെറിയ ഷോർട്ട് കട്ട്സ് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് പറഞ്ഞുതരാം. ബിക്കോസ് ഇത് മസ്റ്റാണ്. എല്ലാവരും പറയും ലീഗലായിട്ട് ടാക്സ് കൊടുക്കാൻ നമ്മളെല്ലാ ഇന്ത്യക്കാരും ബാധ്യസ്ഥരാണെന്ന്. പക്ഷേ ഒരു ബിസിനസ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കുറച്ച് ടാക്സ് കൊടുക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും സക്സസ്ഫുൾ. ഇത് ഞാൻ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ബുക്ക് വായിച്ചതിന് ശേഷമാണ്. അതിൽ റോബർട്ട് കിയോസാക്കി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ ടാക്സ് വെട്ടിക്കാമെന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ വഴികളിലൂടെ അല്ല കേട്ടോ, ഒരു ശരിയായ രീതിയിൽ ഏറ്റവും കുറച്ച് ടാക്സ് എങ്ങനെ പേ ചെയ്യാം എന്ന് നോക്കുന്ന ബിസിനസ്മാനാണ് ഒരു യഥാർത്ഥ ബിസിനസ്മാൻ. അതായത് നമ്മളെ പണിയെടുത്ത് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, നമ്മൾ പണിയെടുത്ത് ഇപ്പോൾ ഒരു സർവീസ് ബിസിനസ് ആണെങ്കിൽ 18% GST കൊടുക്കണം, പിന്നെ കിട്ടുന്ന ലാഭത്തിൻ്റെ 30% ഇൻകം ടാക്സ് കൊടുക്കണം, 48% ടാക്സ് ഇന്ത്യയിൽ കൊടുക്കണം. സോ അതൊക്കെ ഒരു പോസിബിളായ വഴിയല്ല. അപ്പം ആസ് എ സിറ്റിസൺ ഒരു ബിസിനസ്മാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ടാക്സ് കുറയ്ക്കാൻ ശ്രമിക്കാം. എങ്ങനെയൊക്കെ ഒരു ട്രേഡർ, നിങ്ങളൊരു ആക്റ്റീവ് ഇൻട്രാഡേ ട്രേഡർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് ടാക്സ് കുറയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭം കൂട്ടാം എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വന്നതാണ്, ഇത് 10 lakhs ഒരു പോർട്ട്ഫോളിയോ ആണ്. സോ മനസ്സിലായല്ലോ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലാൻ എടുക്കണം എന്നുള്ളത്. നിയോ പ്ലാൻ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ MSaver ഡിഫോൾട്ട് കിടക്കുന്ന പ്ലാനാണ്, അത് മാറ്റി ഈ പറയുന്ന താഴെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാനുകൾ ചൂസ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 4999-ൻ്റെയോ 9999-ൻ്റെയോ പ്ലാനാണ്. ബിക്കോസ് ഇതാണ് നിങ്ങൾ മാർജിൻ ഫണ്ടിങ് ഒരു 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ക്യാപിറ്റൽ നിങ്ങളുടെ അടുത്തുണ്ട്, ഇതുപോലെ മാർജിൻ ഫണ്ടിങ്ങോ ഓപ്ഷൻ സെല്ലിങ്ങോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിൻ്റെ വകുപ്പിൽ തന്നെ നല്ലൊരു ലാഭം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. സോ അതാണ് പ്ലാൻ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം. സോ 2 സ്റ്റെപ്പ് കഴിഞ്ഞു, അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, പ്ലാൻ ചൂസ് ചെയ്തു. തേർഡ് എന്തായിരിക്കും? ഫണ്ട് ആഡ് ചെയ്യുക. സോ നേരെ സ്റ്റോക്കിലേക്ക് പോവാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേയും ടാബുകളുണ്ട്, നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പോർട്ട്ഫോളിയോ ഉണ്ട്, ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് പറയാൻ നിൽക്കുന്നത്, എല്ലാം ഒന്ന് അരിച്ചു പറക്കുക. ഇവിടെ ഈ പോർട്ട്ഫോളിയോയിൽ പോയാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ P&L സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുക. കണ്ടില്ലേ, ഈ P&L സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് സ്റ്റോക്കിൻ്റെയും F&Oൻ്റെയും ഒക്കെ സെപ്പറേറ്റ് P&L കിട്ടും. അതൊക്കെ പോർട്ട്ഫോളിയോയിലുണ്ട്. ഇതൊക്കെ കോമൺ കാര്യങ്ങളാണ്. ഞാൻ ഓർഡർ പ്ലേസ്മെൻറ്റും ഫണ്ട് ആഡിങ് അല്ലെങ്കിൽ മാർജിൻ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കോമൺലി ഡൗട്ട് വന്നത്. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ക്ലയൻസിന് പൊതുവേ സംശയം വന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്സുകൾ മാത്രമേ നമ്മളിന്ന് കവർ ചെയ്യുന്നുള്ളൂ. സോ നേരെ സ്റ്റോക്കിലേക്ക് പോകുന്നു, ഫണ്ട് ആഡ് ചെയ്യാനാണ് പോണേ. ദെൻ അവിടെ ഫണ്ട് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, അലോക്കേറ്റ് ഫണ്ട്സ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോവുക. ഇതാണ് ICICIയിലെ ഫണ്ടിൻ്റെ ഒരു പ്രോസസ്സ്. നിങ്ങൾ ഓരോന്നിനും ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം. സോ നിങ്ങളുടെ അടുത്ത് 10 lakhs rupees ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മേടിക്കാൻ ഇവിടെ അലോക്കേറ്റ് ചെയ്യണം, ഓപ്ഷൻസ് ചെയ്യാൻ ഇവിടെ അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇവിടെ ബാങ്ക് അക്കൗണ്ടും കാണാം. ഇപ്പോൾ ഞാൻ ലിങ്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ICICI ബാങ്ക് അക്കൗണ്ട് തന്നെയാണ്. അതൊരു കോമൺ വന്ന ഡൗട്ട് കേട്ടോ. ICICI ബാങ്ക് അക്കൗണ്ട് തന്നെ വേണോ? നിർബന്ധമില്ല, നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതിവിടെ കണ്ടില്ലേ, മാനേജ് ബാങ്ക് അക്കൗണ്ട് എന്നുണ്ട്. നിലവിൽ എൻ്റെ ICICI അക്കൗണ്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടും ആഡ് ചെയ്യാം. നിങ്ങളുടെ പേരിലുള്ളത് മാത്രം കേട്ടോ. അക്കൗണ്ട് ഹോൾഡറുടെ പേര് എന്താണോ അതേ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ബാങ്കുകളും നിങ്ങൾ ഈ പറയുന്ന എല്ലാ ബാങ്കും, ആക്സിസ് ബാങ്ക്, HDFC, ഏത് ബാങ്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ICICI ഓപ്പൺ ചെയ്യുക, എങ്കിലേ ആ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ HDFC ബാങ്കാണ് നിങ്ങളുടെ കയ്യിലുള്ളൂ, നിങ്ങൾ HDFC ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഉപയോഗിക്കാതെ കിടക്കുന്ന പൈസയ്ക്ക് FD ഇൻട്രസ്റ്റ് 7% FD ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളത്. ഈ ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ICICI ബാങ്ക് അക്കൗണ്ട് വേണം. അത് ഇപ്പോൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ICICI പതുക്കെ ഓപ്പൺ ചെയ്താൽ മതി. എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാം. സോ വൺസ് ഡിമാറ്റ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ICICI ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി നിങ്ങൾക്ക് അവിടുത്തെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ആ അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യുക. ICICI എടുത്താലുള്ള ഗുണം ഉപയോഗിക്കാത്ത ഫണ്ടിന്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആവറേജ് ഒരു 20-30 lakhs ഒക്കെ എപ്പോഴും
യൂസ് ചെയ്യാത്ത ഫണ്ട് ഉണ്ടാവും നമ്മുടെ കയ്യിൽ എല്ലാത്തിലും കൂടി ബാലൻസ്. ഈ 20-30 ലാക്സിന് 7% FD ഇൻട്രസ്റ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇൻകം തന്നെയാണ്. സോ നല്ല ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്യുമ്പം 20% ക്യാഷ് മാറ്റി വയ്ക്കും. എന്തിനാ? M2M ഉണ്ടാകുന്ന ലോസിനെ കവർ ചെയ്യാനായിട്ട്. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ മാർജിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ആയി പോകരുത്. അതുകൊണ്ട് തന്നെ ഒരു 20% ഫണ്ട് മാറ്റി വയ്ക്കാറുണ്ട്. ആ മാറ്റി വെച്ച ഫണ്ടിനും ഒരു ഇൻട്രസ്റ്റ് ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ ഈ പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഫണ്ട് എടുക്കുക, അലോക്കേറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അവിടെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ തേർഡ് പാർട്ടി ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ, ഇപ്പോൾ ICICI ആയതുകൊണ്ട് പിന്നെ ആഡ് ചെയ്യേണ്ട, ആ ബാങ്കിൽ തന്നെ കിടന്നാൽ മതി. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ജസ്റ്റ് ലൈക്ക് സെറോദിയൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡിമാറ്റിലേക്ക് പൈസ ആഡ് ചെയ്ത് അതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട പ്രോസസ്സ് ഇവിടെ ഇല്ല. ICICI ബാങ്ക് തന്നെയാണെങ്കിൽ സെയിം ബാങ്ക് അക്കൗണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ഡിമാറ്റ് ബാലൻസ്. അതായത് ബാങ്കിൽ പൈസ ഇട്ടാൽ മതി, ഡിമാറ്റിലേക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട. പക്ഷേ അലോക്കേറ്റ് ചെയ്യണം, ഇതുപോലെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന ആഡ് കൊടുക്കുക. റെഡ്യൂസ് ചെയ്യാനും പറ്റും, ആഡ് ചെയ്യാനും പറ്റും. ഇത് തുടക്കം നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും. എനിക്ക് ആദ്യം ഒരു ഇരട്ടിപ്പണി പോലെ തോന്നി, പക്ഷേ ചെയ്തു വന്നപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ യൂസ്ഡ് ആണ്. അങ്ങോട്ടും കൂടെ ഒക്കെ എപ്പോൾ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം, അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം, മെയിൻ ബാലൻസിലേക്ക് മാറ്റാം. ഇപ്പോൾ എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ ഏകദേശം എത്രയുണ്ട്? 2.18 ലാക്സ് കിടക്കുന്നുണ്ട്. സ്റ്റോക്ക് മേടിക്കാൻ ഉള്ള പൈസ കുറച്ച് കിടക്കുന്നുണ്ട്. ദെൻ ഓപ്ഷൻസിനുണ്ട്. നിലവിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ട്. ഇപ്പോൾ എൻ്റെ സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ ഇവിടെ കാണാം. ഇവിടെ സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യുക, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ പോർട്ട്ഫോളിയോ കാണാം. ഇതിൽ 3 പോർട്ട്ഫോളിയോ ആണുള്ളത്. ITC, തമിഴ്നാട് ബാങ്ക്, HDFC ബാങ്ക്. ഒരു ആവറേജ് 36,000 പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇത് നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പ്ലെഡ്ജ് ചെയ്തേക്കാണ്, ഇത് വെറുതെ വെച്ചേക്കല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ 10 ലാക്സിൻ്റെ ഓപ്ഷൻ സെല്ലിംഗ്, ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് പോർട്ട്ഫോളിയോ ആണ്. അതിന് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫ്യൂച്ചർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. എൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇന്നത്തെ F&Oൻ്റെ പോർട്ട്ഫോളിയോ കാണാം. ഇന്ന് ഒത്തിരി ട്രേഡുകൾ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒത്തിരി ട്രേഡുകൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ്. ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നിയാലും ഉപയോഗിക്കും തോറും എളുപ്പമായിക്കൊണ്ടിരിക്കും. ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലെന്നേ, പൈസ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ. ഇതിപ്പം എൻ്റെ പഴയ IIFL അക്കൗണ്ടാണെന്ന് വിചാരിക്കൂ. ഈ സംഭവം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പൈസ എനിക്ക് കിട്ടുമായിരുന്നില്ല അതിൽ നിന്ന്. കാരണം എന്താണ്? IIFL നേരത്തെ പറഞ്ഞ പോലെ 50% ആണ് കൊളാറ്ററൽ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്യുന്ന കാര്യം അവിടെ ചിന്തിക്കാൻ നടക്കില്ല. അപ്പോൾ എനിക്ക് ഈ ലാഭം കിട്ടുമായിരുന്നോ? ഇല്ല. ഇവിടെ എന്ത് പറ്റി? 10 ലാക്സ് കൊണ്ട് എനിക്ക് വിശ്വാസമുള്ള 2-3 സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്. ITCയും HDFC ബാങ്ക് വില കുറഞ്ഞപ്പോൾ മേടിച്ചു. HDFC ബാങ്ക് ഞാൻ മേടിച്ചത് 1426 കേട്ടോ. ഇപ്പോൾ 1500 ആയി. ഓൾറെഡി എത്ര % അപ്പായി? നല്ലൊരു ലാഭം അതിൽ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട് മർച്ചൻ്റൈൽ ബാങ്ക്, ITC, ഇനി ടാറ്റ സ്റ്റീലൊക്കെ മേടിക്കാനുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ തൽക്കാലം 10 ലാക്സ് പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് 8 ലാക്സിനെ സ്റ്റോക്ക് മേടിച്ചിട്ടുള്ളൂ. 2 ലാക്സ് പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20% ക്യാഷ് ഉപയോഗിക്കാതെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിലും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ അക്കൗണ്ട് എടുത്തപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ? അലോക്കേറ്റ് ഫണ്ടിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും എത്രയുണ്ട്? 2.18 ലാക്സ് ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. ബിക്കോസ് ഇത് എനിക്ക് എൻ്റെ MTM ലോസിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഈ പോർട്ട്ഫോളിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് 10 ലക്ഷം രൂപ ഫണ്ട് ആഡ് ചെയ്തു, 8 ലക്ഷം രൂപയ്ക്ക് നല്ല സ്റ്റോക്കുകൾ മേടിച്ചു, അത് പ്ലെഡ്ജ് ചെയ്തു, എന്നിട്ട് ആ പൈസ കൊണ്ട് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്നു. ഒരു 2 ലാക്സ് റിസർവ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ പറയുന്ന വെറുതെ എടുക്കുന്ന 2 ലാക്സിനും എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ കിട്ടുന്നത് നോർമൽ SB ഇൻട്രസ്റ്റ് ആണ്, 3.5 ഉള്ളൂ. ഞാൻ അടുത്ത ദിവസം ഇത്തിരി പൈസ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിനെ FD ആക്കും. എൻ്റെ ആ FD അഗെയിൻസ്റ്റ് OD സെറ്റ് ചെയ്ത് തരും, FD ലോൺ സെറ്റ് ചെയ്ത് തരും. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് എനിക്ക് എത്ര കിട്ടുള്ളൂ? ഈ 7 to 8% മാക്സിമം ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഈ പറയുന്ന എമൗണ്ട് ഞാൻ FD ആക്കണം, അപ്പോഴാണ് എനിക്ക് ഫുൾ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഈ കാര്യത്തിൽ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യുക. അവരെ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്താൽ അവർ അല്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതും വേണ്ട, നിങ്ങളുടെ ICICI ബാങ്കിൽ, നിങ്ങൾ ഏത് ബാങ്കിലാണോ നിങ്ങളുടെ അക്കൗണ്ട്, ആ ബ്രാഞ്ചിൽ പോയിട്ട് എനിക്ക് FD ഇടണം, അതിനനുസരിച്ച് FDOD വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തന്നോളും. നിങ്ങളൊന്നും അറിയേണ്ടതില്ല. ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, അവർ FD ആക്കി തരും. ആ FD പ്ലഡ്ജ് ചെയ്ത് അവരൊരു ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് സെറ്റ് ചെയ്ത് തരും. ആ ലിമിറ്റ് ഉപയോഗിച്ചും നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പം M2M ലോസിനെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോ നിലവിൽ നമ്മുടെ 10 ലാക്സ് ഓപ്ഷൻ സെല്ലിംഗ് അക്കൗണ്ടിൽ ഞാൻ ചെയ്തിരിക്കുന്ന സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ. 10 ലാക്സ് ഫണ്ട് ആഡ് ചെയ്തു, 8 ലക്ഷം രൂപയ്ക്ക് എനിക്ക് വിശ്വാസമുള്ള സ്റ്റോക്കുകൾ വില കുറഞ്ഞ് കിട്ടിയപ്പം, HDFC ബാങ്കൊക്കെ വില കുറഞ്ഞ് കിട്ടിയപ്പോൾ മേടിച്ചു. ആ സാധനം പ്ലഡ്ജ് ചെയ്തപ്പോൾ എനിക്ക് 92% ഫണ്ട് റിലീസായി. ആ ഫണ്ട് ഉപയോഗിച്ച് ഞാൻ ഇൻട്രാഡേ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. ഈ പറയുന്ന പോലെ ഇന്നത്തെ പ്രോഫിറ്റ് ഏകദേശം 4200. അല്പം കിട്ടാനുണ്ട്. ഈ പറയുന്ന 22,800 കോളിൽ നിന്നൊക്കെ അത്യാവശ്യം പ്രീമിയം കിട്ടാനുണ്ട്. അത് അടുത്ത വീക്ക് എക്സ്പയർ ചെയ്തിരിക്കുന്നത്. മേ ബി നാളെയോ മറ്റന്നാളോ ഹോൾഡ് ചെയ്തേ ബുക്ക് ചെയ്യുള്ളൂ. എനിവേ നെറ്റ് ഒരു 15,000 രൂപ പ്രോഫിറ്റ് ഇന്നും നാളെയായിട്ടും കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 10 ലക്ഷം കൊണ്ടാണ് ആലോചിക്കണം കേട്ടോ. 10 ലക്ഷം കൊണ്ട് 2 ദിവസം കൊണ്ട് 15,000 രൂപ ഇൻട്രാഡേയിൽ നിന്ന് കിട്ടി. സ്റ്റോക്ക് ഇത് ഞാൻ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 മാസമായിട്ടുള്ളൂ. HDFC ഒക്കെ മേടിച്ച ഒറ്റ മാസമായിട്ടുള്ളൂ. ആ വില കുറഞ്ഞ സമയത്ത് മേടിച്ചതാണ്. ആ ഒറ്റ മാസം കൊണ്ട് എനിക്ക് എത്ര % റിട്ടേൺ കിട്ടി? ഓൾമോസ്റ്റ് 40,000 ആയി. 10 ലാക്സ് കൊണ്ട് 40,000 റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 4%. 10 ലാക്സ് ഉപയോഗിച്ചല്ല, 8 ലാക്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. 8 ലാക്സ് കൊണ്ട് 40,000 ആയി. സോ ക്ലോസ് ടു 5% റിട്ടേൺ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് അത് അവിടെ സൈഡിൽ നടക്കും.
അത് ആവറേജ് 2% 3% ഒക്കെ ഡെയിലി ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും 2 to 3% ഡെയിലി ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗിൽ നിന്ന് അവിടെ ഉണ്ടാവും. സോ ഇത് ഞാൻ റീസെൻ്റ്ലി ഒരു മാസം മുമ്പ് തുടങ്ങിയ ഒരു 10 lakhs പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസുകളാണ്. ഇനി നമുക്ക് നേരെ ഓർഡർ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാം, എങ്ങനെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാം, സെല് ചെയ്യാം, SL കീപ്പ് ചെയ്യാം, അത്തരം കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സോ ഫസ്റ്റ് തിങ്, നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്നു, നേരെ സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് തന്നെ കിടക്കേണ്ട വാച്ച് ലിസ്റ്റ്. ഈ ടാബുകളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഫസ്റ്റ് കിടക്കുന്ന ടാബ് വാച്ച് ലിസ്റ്റ്, സെക്കൻഡ് പോർട്ട്ഫോളിയോ, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഓപ്പൺ പൊസിഷൻ, ഓർഡർ ബുക്ക്, ട്രേഡ് ബുക്ക്, ഫണ്ട്സ് ആഡ് ചെയ്യുക, ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യുക, അതുപോലെ മാർജിൻ, ഷെയർ ആസ് മാർജിൻ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഞാൻ ചെയ്ത കാര്യം 8 ലക്ഷം രൂപ സ്റ്റോക്ക് പ്ലഡ് ചെയ്യുന്നതില്ലേ, അതാണ് ഷെയർ ആസ് മാർജിൻ എന്ന് പറയുക. ദെൻ ഇവിടെ ഡിമാറ്റ് ഹോൾഡിംഗ് ഉണ്ട്, സ്മാർട്ട് ടൂൾ അടിപൊളി സംഭവം കേട്ടോ. അതിനകത്ത് കുറേ കാര്യമുണ്ട്. ബാസ്ക്കറ്റ് ഓർഡേഴ്സ്, സ്ട്രാറ്റജി ബിൽഡർ കൊണ്ട് അത് F&Oയിലാണല്ലോ. ഓക്കെ, F&Oയിൽ പോയി കഴിഞ്ഞാൽ സ്ട്രാറ്റജി ബിൽഡർ കിട്ടും, അത് ഞാൻ കാണിച്ചു തരാം. ദെൻ ഈ 2 ടാബാണ് മെയിൻലി നിങ്ങൾ എടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. പോർട്ട്ഫോളിയോ, ഈ നിങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ P&L സ്റ്റേറ്റ്മെൻറ്റും അത്തരം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോർട്ട്ഫോളിയോ പോവുക. സ്റ്റോക്കിൽ നിങ്ങളുടെ സ്വിംഗ് ലോങ് ടൈം മാർജിൻ സ്റ്റോക്കുകളൊക്കെ എടുക്കണമെങ്കിൽ MTF മാർജിനിൽ മേടിച്ച സ്റ്റോക്ക്, സ്വിംഗ് ട്രേഡിന് മേടിച്ച സ്റ്റോക്ക്, ഇതൊക്കെ ആണെങ്കിൽ സ്റ്റോക്കിൽ പോവുക. മ്യൂച്വൽ ഫണ്ട് ഇപ്പം നോക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ F&O ആസ് യൂഷ്വൽ F&Oയിലാണ് പോകേണ്ടത്. F&O പോയാലും സെയിം ടാബുകൾ തന്നെ അടിയിൽ കാണാം. F&O വാച്ച് ലിസ്റ്റ്, F&Oയുടെ പോർട്ട്ഫോളിയോ, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഓപ്പൺ പൊസിഷൻസ് അതിൽ കാണാം. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട്, ഇത് ഫുൾ പോർട്ട്ഫോളിയോ ആണ്. ഇത് ഇപ്പം നിലവിൽ ഓപ്പണായി കിടക്കുന്ന പൊസിഷൻസ് മാത്രം, ബാക്കിയൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു. ഓപ്പൺ പൊസിഷൻസ് ഇവിടെ കാണാം. ഓർഡർ ബുക്കുണ്ട്, ട്രേഡ് ബുക്ക്, ഇതൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സ്മാർട്ട് ടൂൾ അല്പം കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ സ്മാർട്ട് ടൂളിൽ പോയാൽ സ്ട്രാറ്റജി ബിൽഡർ ഉണ്ട്. നിങ്ങൾക്ക് സെൻസിബിളൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഒരു അയൺ കോണ്ടർ സെറ്റ് ചെയ്യണം, ഒരു ഷോർട്ട് സ്ട്രാങ്കിളോ സ്ട്രാഡിലോ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ആ സ്ട്രാറ്റജി ബിൽഡർ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയിൻ വരും. നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ്, ബൈ ആണോ സെല്ലാണോ ചെയ്യേണ്ടത്, ആ ബൈ കൊടുക്കുന്നു, അതിൻ്റെ സെല്ല് കൊടുക്കുന്നു. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രാറ്റജി ബിൽഡർ കൂടെ കാണാം. അനലൈസ്, ഇവിടെ താഴെ അനലൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2ൻ്റെയും കൂടിയുള്ള സ്ട്രാറ്റജി ബിൽഡർ കൂടെ കിട്ടി. കണ്ടില്ലേ ഏത് പോയിന്റിലൊക്കെ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സെൻസിബിളും നിങ്ങൾക്ക് എടുക്കാം, അതിന് പ്രത്യേകത. ഇത് ICCയുടെ ഇൻബിൽറ്റ് സ്ട്രാറ്റജി ബിൽഡർ. സെൻസിബിളും ICC വഴി എടുക്കാം. തൊട്ട് താഴെ തന്നെ സെൻസിബിൾ സ്ട്രാറ്റജി ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെൻസിബിളിലേക്ക് പോകും. വേറെ ലോഗിനൊന്നും വേണ്ട. ആബ്സലൂട്ട്ലി ICC ഡിമാറ്റ് ഉള്ളവർക്ക് സെൻസിബിൾ ആബ്സലൂട്ട്ലി ഫ്രീ ആണ്. ഇതിൽ ക്ലിയർ ചെയ്ത് നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ഇവിടെ ബിൽ സ്ട്രാറ്റജി കൊടുക്കാം. പലർക്കും ഇതായിരിക്കും യൂസ് ചെയ്ത് പരിചയം അല്ലേ. ഇതിൽ നമ്മൾ ന്യൂട്രൽ പോകുന്നു, എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം. എനിക്ക് ഈ മാസം അവസാനത്തെ ഒരു അയൺ കോൺട്രാക്ട് എടുക്കുന്നെങ്കിൽ 25 എക്സ്പയറി. ഈ ട്രേഡ് ആക്ച്വലി ഇന്ന് എടുക്കാൻ പോകുന്നതാണ്. ഇൻക്ലൂഡിങ് നമ്മുടെ കോപ്പി ട്രേഡിംഗ് ഉള്ള ക്ലയൻസിന് കൂടെ ഈ ട്രേഡ് എടുക്കാൻ പോവാണ്. ട്രേഡ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഷോർട്ട് അയൺ കോൺട്രാക്ട് എടുക്കുന്നു. ഇത് ഡിഫോൾട്ടായിട്ട് ഇവിടെ അയൺ കോൺട്രാക്ട് വന്നു. ഇതല്ല നമ്മൾ എടുക്കുന്ന പൊസിഷൻ. ഇതൊക്കെ ഭയങ്കര പ്രീമിയം ഉള്ളതാണ്. നമ്മൾ എടുക്കുന്ന പൊസിഷൻ 20,000. യെസ്, 20,000 പുട്ട് സെല്ല് ചെയ്യുന്നു. ഒരു 300 പോയിൻറ്റ് താഴെയുള്ള പുട്ട് ബൈ ചെയ്യുന്നു. കോള് 30,000 കോളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. 30,000 സെല്ല് ചെയ്ത് 30,300 കോള് ബൈ ചെയ്യുന്നു. നിയർലി 7%. ഇതിൻ്റെ റിട്ടേൺ കണ്ടില്ല. ഇതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്ന പൊസിഷൻ. അതിൻ്റെ പേ ഓഫ് ചാർട്ട് ഇവിടെയുണ്ട്. റേഞ്ച് 1000 പോയിൻറ്റ് റേഞ്ച് ഉണ്ട്. ഈ മാസം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ 25 വരെ ഹോൾഡ് ചെയ്യണം. അങ്ങനെ ഹോൾഡ് ചെയ്താൽ 7% റിട്ടേൺ കിട്ടും. ഉറപ്പില്ല. ഇൻ ബിറ്റ്വീൻ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്താൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. മാക്സിമം ലോസ് 18% ഉണ്ട്. പക്ഷേ ഇത്രയിലേക്ക് നമ്മൾ പോകില്ല. നമുക്ക് SL ക്രൈറ്റീരിയ ഉണ്ട്. ഒരു 2% 3% ഒക്കെ SL ക്രൈറ്റീരിയ ഉണ്ട്. ആ SL വന്നാൽ ഏതൊരു ലോസ് ബുക്ക് ചെയ്യും. എത്ര ശതമാനം? ഒരു 3% ഏപ്രിലിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുന്നു വരും. പ്രോഫിറ്റ് ആണെങ്കിൽ അപ് ടു 7% വരെ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, മാർക്കറ്റ് ഈ റേഞ്ചിൽ നിൽക്കുവാണെങ്കിൽ. 22,000-നും 23,000-നും ഇടയിൽ നിഫ്റ്റി ഒരു 10-20 ദിവസം ട്രേഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 7% റിട്ടേൺസ് ഈ മാസം നമുക്ക് ഈ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഇങ്ങനെ നമുക്കിതിൽ സെൻസിബിളും ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ നേരെ സ്റ്റോക്കിലേക്ക് പോകാം. ഇനി ഏതെങ്കിലും സ്റ്റോക്ക് മേടിച്ച് വിറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ പ്ലേസ് ചെയ്യാം. സമയം തീരാറായി പെട്ടെന്ന് ചെയ്യാം. സോ പോകുന്നു വാച്ച് ലിസ്റ്റ്. ഇങ്ങനെ ഒരു വാച്ച് ലിസ്റ്റിൽ പോകുന്നു. ഇവിടെ കുറേയും സ്റ്റോക്കും ഓപ്ഷൻസും ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ ഇന്ന് എടുത്ത പൊസിഷൻസ് ആണ്. വാച്ച് ലിസ്റ്റ് 2. ഇവിടെ പല വാച്ച് ലിസ്റ്റ് ഉണ്ട്. 1, 2, 3 ഇത്തരം വാച്ച് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാച്ച് ലിസ്റ്റിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ മാറ്റാം. ഈ 2-ന് പകരം ഞാൻ ഇന്ന് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാണ്. ഇവിടെ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റ് എന്ന വാച്ച് ലിസ്റ്റ് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇതുമ്പോൾ ജസ്റ്റ് മൗസ് കൊണ്ടുവന്നാൽ തന്നെ ടെസ്റ്റ് എന്നുള്ള വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. സോ അതിൽ സ്റ്റോക്കൊന്നുമില്ല. സോ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് മേടിക്കാം. ഏത് സ്റ്റോക്ക് മേടിക്കണം? ഇന്നിപ്പോൾ ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് ഏതാണ്? നിഫ്റ്റിയുടെ സ്റ്റോക്ക്. അതൊന്നും പലരും നോക്കാത്ത കാര്യമാണ്. ചാടി കയറി എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് മേടിക്കും. ഇപ്പം HDFC ബാങ്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ITC ഒക്കെ ഇപ്പോൾ കൂടി നിൽക്കുന്ന സമയമാണ്. ITC ഇന്ന് ഇത്തിരി ഡൗൺ ആണെന്ന് തോന്നുന്നു.
പിന്നെ ഏതാ ടാറ്റ സ്റ്റീലൊക്കെ ഭയങ്കര കൂടി നിൽക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പെർഫോമൻസ് നോക്കാം. ഇക്വിറ്റി മാർക്കറ്റ് നിഫ്റ്റി സ്റ്റോക്കുകൾ മാത്രം കേട്ടോ, വേറെ പുറത്തുള്ള സ്റ്റോക്കുകളൊന്നും നോക്കുന്നില്ല. ഓൾമോസ്റ്റ് മിക്ക സ്റ്റോക്കും ഇന്ന് അപ്പാണ്. HDFC ബാങ്ക് ഒക്കെ 2.93% ഇന്ന് മാത്രം കൂടിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1530 വരെയൊക്കെ പോയിട്ടുണ്ട്. ഏഷ്യൻ പോയിന്റ്സ് കുറച്ച് കൂടിയുണ്ട്. നമുക്ക് ഏറ്റവും താഴെ നോക്കാം, ഏതാണ് കുറഞ്ഞ് നിൽക്കുന്നത്. അദാനി പോർട്സ് ഒന്നും വേണ്ട. സ്റ്റേറ്റ് ബാങ്ക് ഇന്നൊരു 1% ഡിപ്പിലാണ് നിൽക്കുന്നത്. ITC ഡിപ്പിലാണ്. ITC മേടിച്ച് നോക്കാം അല്ലേ. സോ ITCയുടെ സ്റ്റോക്ക് മേടിക്കാം. ITC ഇന്ന് സെർച്ച് ചെയ്യുന്നു. BSE ഉണ്ട്, NSE ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തു. ശരിക്കും ഇതൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് നാണായിട്ട് പാടില്ല, കാരണം ഇതൊന്നും അറിയില്ലാണ്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഓർഡർ പ്ലേസ്മെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാത്തിലും സെയിം ആണ്. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഓഡിയൻസിനെ ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സ്, ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആൾക്കാരായിട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ITCനെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തു. ഇനി ഏതെങ്കിലും ആഡ് ചെയ്യണോ? ഇനി സ്റ്റേറ്റ് ബാങ്ക് കുറഞ്ഞ് നിൽക്കല്ലേ. SBI സ്റ്റേറ്റ് ബാങ്ക് ആഡ് ചെയ്യാം. SBIN സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. യെസ്, ഇവിടെ NSEയും BSE ഉണ്ട്. SBI സ്റ്റേറ്റ് ബാങ്ക്. സെറോദയിൽ SBI എന്നാണ്, ഇതിൽ അങ്ങനെയല്ല കേട്ടോ. സ്റ്റേറ്റ് ബാൻ എന്നാണ് ഇതിൻ്റെ ഷോർട്ട് വേർഡ്. അത് വ്യത്യാസം ഉണ്ടാവും, പല ബ്രോക്കറിലും പഴയതായിരിക്കും. ICICയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാക്കി സെറോദ അപ്പ് സ്റ്റോക്സിലൊക്കെ SBIN എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ആണ് കീവേഡ്. ഇനി മേടിക്കാം, നമുക്ക് ITCയുടെ ഒരു സ്റ്റോക്ക് മേടിക്കാം. ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും ഇവിടെ പോവാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യണം. അതിന് മുമ്പ് കാര്യങ്ങളുണ്ട്. ഡെലിവറിയിൽ ഇൻട്രാഡേ MTF ബ്രാക്കറ്റ്, ഇത്രയും ഓർഡർ ടൈപ്പ് ഉണ്ട്. ഡെലിവറി എന്താണ്? നിങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഡെലിവറിയിൽ വേണം ട്രേഡ് എടുക്കാൻ. ഇൻട്രാഡേ എന്താണ്? ഇന്ന് മേടിച്ച് ഇന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇൻട്രാഡേ. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഡെലിവറി മേടിച്ച് ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റുമോ? പറ്റും, പക്ഷേ മാർജിൻ കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ITC ഒരു സ്റ്റോക്കിൻ്റെ വില എത്രയാണ്? 423. ഡെലിവറിയിൽ നമ്മൾ എടുക്കുമ്പം താഴെ നമുക്ക് വേണ്ട മാർജിൻ കാണിക്കുന്നുണ്ട്. 423 രൂപ ഫുൾ വേണം നിങ്ങൾക്കൊരു സ്റ്റോക്ക് മേടിക്കാൻ. വേറെ ഇൻട്രാഡേയിലാണ് മേടിക്കുന്നതെങ്കിൽ നോക്കിയേ 85 രൂപ മതി. 5 മടങ്ങ് ലിവറേജ് കിട്ടും. ഇത് തന്നെ മതി തൽക്കാലം കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ. ഡെയിലി വീട്ടിൽ പോകുമ്പോൾ തച്ച് കാശ് കിട്ടാമെന്ന് പറയില്ലേ, കൂലിപ്പണിക്കാരൊക്കെ ഡെയിലി തച്ചെന്ന് പറയുന്ന പോലെ നമുക്ക് ഇന്നത്തേക്കുള്ള തച്ചുണ്ടാക്കാൻ ഈ ഒരു സാധനം എടുത്താൽ മതി. ഇൻട്രാഡേയിൽ നല്ല നല്ല സ്റ്റോക്കുകൾ മേടിച്ച് പിന്നൊക്കെ HDFC മൂവ് ചെയ്ത പോലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോൾ അടിക്കും. 5 മടങ്ങ് ലിവറേജ് ഉണ്ടല്ലോ. ഇപ്പോൾ HDFCയുടെ കേസ് ഒന്ന് നോക്കണോ? HDFC ഇന്ന് എത്ര രൂപ കിട്ടുമാവുന്നത് ഞാൻ പറഞ്ഞുതരാം. HDFC ബാങ്ക് ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു. അത് ബൈ ചെയ്യാൻ ഇൻട്രാഡേയിൽ ബൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇൻട്രാഡേയിൽ ബൈ കൊടുത്തു. 306 മതി. സോ എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര മേടിക്കും? 100 HDFCന് 30,000 മതി. അപ്പം 300 HDFC ബാങ്ക് മേടിക്കാൻ 91,000 രൂപ മതി. 300 HDFC ബാങ്ക്. ഇന്ന് HDFC ബാങ്ക് കൂടിയിരിക്കുന്നത് എത്ര രൂപയാണ്? 30 രൂപയോളമാണ് കൂടിയിരിക്കുന്നത്. സോ 30 × 300 9,000 രൂപയാണ് ഇന്നത്തെ മാത്രം ലാഭം. മനസ്സിലായില്ല? ഇന്ന് HDFC ബാങ്ക് 30 രൂപ കൂടി. ഞാനിന്ന് രാവിലെ ഇൻട്രാഡേയിൽ HDFC ബാങ്ക് 1 ലക്ഷം രൂപയ്ക്ക് എത്ര എണ്ണം മേടിക്കാം? 300 ക്വാണ്ടിറ്റി മേടിക്കാം. 300 ക്വാണ്ടിറ്റി മേടിച്ചിരുന്നെങ്കിൽ ഇൻറ്റു 30 9,000 രൂപ. ഓൾമോസ്റ്റ് 9% 10%ഓളം ഒറ്റ ദിവസം നിങ്ങൾക്ക് ലാഭം കിട്ടിയേനെ. ഇത് ലാഭത്തിന് മാത്രമല്ല, ഇത് തന്നെ നഷ്ടവും വരാട്ടോ. നമുക്ക് SL ഉണ്ട്, നമ്മൾ അത്ര വലിയ നഷ്ടത്തിലേക്കൊന്നും പോകില്ല. ബട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. സോ അതാണ് ഇൻട്രാഡേ മേടിച്ചാലുള്ള ഗുണം. ITCയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ITC മേടിക്കുന്നു, ഡെലിവറിയിൽ മേടിക്കുന്നു, ഇൻട്രാഡേ മേടിക്കുന്നു. തേർഡ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, MTF മാർജിൻ ഫണ്ടിങ്. മാർജിൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ITC നോക്കാം. ITC ഒരെണ്ണം മേടിക്കാൻ 93 രൂപ മതി മാർജിനിൽ. ഈ ഇൻട്രാഡേ മേടിച്ചാലൊരു കുഴപ്പം, ഇൻട്രാഡേ മേടിച്ചാൽ 85 മതി. പക്ഷേ ഇന്ന് തന്നെ കൊടുക്കണം. ഇൻട്രാഡേ എന്ന് വെച്ചാൽ ഇന്ന് 3:15 മുമ്പ് തന്നെ സെറ്റിൽ ചെയ്യണം. പക്ഷേ MTFൽ മേടിച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, സെയിം ലിവറേജ് വെച്ചുകൊണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര എണ്ണം മേടിക്കാം? 100 എണ്ണം മേടിക്കാൻ എത്ര മതി? 100 എണ്ണം മേടിക്കാൻ 9,000 മതി. 1000 ITC 1000 ITCയുടെ സ്റ്റോക്ക് മേടിക്കാം നിങ്ങളുടെ വെറും 1 ലക്ഷം രൂപ കൊണ്ട്. ആക്ച്വലി എത്ര ലക്ഷം വേണം? 423 സ്റ്റോക്കിൻ്റെ വില. മറ്റേതിനും ബ്രോക്കറാണ് നിങ്ങളുടെയെങ്കിൽ സെറോദ അപ്പ് സ്റ്റോക്ക് ഒക്കെ ആണെങ്കിൽ 1000 ITC മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് 4.5 ലക്ഷം രൂപ വേണം, 4.5 lakhs. പക്ഷേ ICICIയിൽ വെറും 93,000 മതി. 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 4 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് മേടിക്കാം. ക്ലിയർ ആയോ? ഇതാണ് MTF. പക്ഷേ ഒരു കാര്യം, നിങ്ങൾക്ക് ആ കിട്ടിയ മാർജിൻ, ഒരു 3 ലക്ഷം മാർജിന് നിങ്ങൾ പലിശ കൊടുക്കണം. എത്ര പലിശ? 1 കൊല്ലം 9%, 9.5% പലിശ കൊടുക്കണം. പക്ഷേ ഇതൊരു സ്വിംഗ് ട്രേഡാണ്. നമ്മളൊരു ഫുൾ ഇയർ ഹോൾഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ 3 മാസം കൊണ്ട് ITC നല്ല മൂവ്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ 9% വരില്ല. 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 4, അപ്പോൾ ഒരു 2-3% ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വരുന്നുള്ളൂ റിയൽ ആപ്ലിക്കബിൾ ആയിട്ട്. സോ സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ഫുൾ 9% ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. കാരണം നിങ്ങൾ 3 മാസം കൊണ്ടോ, ചില ട്രേഡ് 4 മാസം കൊണ്ട്, ചില ട്രേഡ് ഒറ്റ മാസം കൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. എൻ്റർ ചെയ്തു ഫസ്റ്റ് മാസം തന്നെ നല്ലൊരു മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സോ അത്ര ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരില്ല. സോ ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ്. മാർജിനിൽ മേടിക്കാം ഞാൻ പറഞ്ഞു. ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക, മേടിക്കാം. ക്ലിയർ? സോ അതാണ് ക്വാണ്ടിറ്റി പാർട്ട്. അതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് ഡെപ്ത്
ഇതിനിപ്പോൾ എത്ര ITCയിൽ ഇപ്പോൾ എത്ര ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടെന്നുള്ള മാർക്കറ്റ് ഡെപ്ത്, ടുഡേയ്സ് ഹൈയും ലോവും, 52 വീക്ക് ഹൈ ലോ, അത്തരം കാര്യങ്ങളൊക്കെ ഇത് കിട്ടും. ഒരു മനോഹരമായിട്ടാണ് ഈ സാധനം വരുന്നത്. ഒരു സെപ്പറേറ്റ് വിൻഡോ പോലെ പോപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, മാർക്കറ്റ് ലിമിറ്റ്. ഏത് ഓർഡർ ടൈപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്? മാർക്കറ്റ് ലിമിറ്റ് SLM ഉണ്ടല്ലോ, 3 ഓർഡർ ടൈപ്പ് ഉണ്ടല്ലോ. അതിൽ വരുന്ന അവിടെ ഓക്കെ, ഇവിടെയുണ്ട് SL യെസ്. അപ്പോൾ അതിങ്ങനെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അധികം പേര് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ താഴെ കൊടുത്തിരിക്കുന്നത്. 3 കൈൻഡ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ഇത് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. ബിക്കോസ് പല ബിഗിനേഴ്സിനും വരുന്നൊരു സംശയമാണ്, ലിമിറ്റിൽ ബൈ ചെയ്യണോ മാർക്കറ്റിൽ വേണോ? അത് അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. യെസ്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബൈ ഒരു സ്റ്റോക്കോ ഓപ്ഷൻ എന്താണെങ്കിലും 3 രീതിയിൽ ബൈ ചെയ്യാം. ഒന്ന് മാർക്കറ്റ് ഓർഡർ, അതായത് നിലവിലെ വിലയ്ക്ക്, ഇപ്പോൾ ITCയുടെ വില ഇപ്പോൾ എന്താണോ ആ വിലയ്ക്ക് തന്നെ മേടിക്കാൻ വേണ്ടിയുള്ളതാണ് മാർക്കറ്റ് ഓർഡർ. സെക്കൻഡ്, എനിക്ക് താന്ന് കിട്ടിയാൽ മതി. ITCയുടെ ഇപ്പോഴത്തെ വില 423 സംതിങ് ആണ്. എനിക്കൊരു 420 മതിയെങ്കിൽ അപ്പോഴാണ് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. ഒരു 420 വെച്ച് ലിമിറ്റിൽ മേടിക്കുക. ഒരു മൂന്നാമത്തെ സിനാരിയോ ഉണ്ട്, ഇത് പലർക്കും അറിയില്ല. കൂടിയാൽ, ഇപ്പോൾ ഞാൻ ITCയുടെ ചാർട്ട് അനലൈസ് ചെയ്ത് ITCയുടെ ചാർട്ട് എടുക്കാം നമുക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ITCയുടെ ചാർട്ടിലേക്ക് ഇവിടെ പോവാം. ഇവിടെ ക്ലിക്ക് ചെയ്ത ചാർട്ട്, ടൈം ഫ്രെയിം നോക്കുക. 5 മിനിറ്റ്സോ 50 മിനിറ്റോ ഏതാണെന്ന് വെച്ചാൽ ടൈം ഫ്രെയിം എടുക്കുക. യെസ്, ഇതാണ് ITC. എപ്പോഴാണ് ഹയർ പ്രൈസിന് മേടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു സ്വിംഗ് ഉണ്ടാക്കിയേക്കാണ് അല്ലേ. ബ്രേക്ക്ഔട്ട് എൻട്രി ഉണ്ട്, സപ്പോർട്ട് എൻട്രി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ITCയുടെ സപ്പോർട്ട് ഇതാണ്. ഓക്കെ, ഇനി തൊട്ടുമുണ്ടാക്കിയിട്ടുള്ള സ്വിംഗ് ഹൈ റെസിസ്റ്റൻസ് എവിടെയാണ്? ഇവിടെയാണ് റെസിസ്റ്റൻസ് അല്ലേ. സോ നിങ്ങൾക്ക് 3 രീതിയിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞത്, ഒന്ന് ഇപ്പോൾ നിലവിലെ വില എന്താണോ ആ വിലയിൽ മേടിക്കാം. ദാറ്റ് മീൻസ് 422.60 നിലവിലെ വില. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് താഴെ ഇവിടെയാണ് ബെസ്റ്റ് ബൈ. എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? ITC ഇങ്ങനെ വന്ന് ഈ സോണിൽ വന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുള്ളൊരു വ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ മേടിക്കാം. അതായത് 420.90 അല്ലെങ്കിൽ 421 പ്രൈസ്. അപ്പോൾ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യണം? ലിമിറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്യണം. ഇനി തേർഡ് ടൈപ്പ് ഞാൻ പറഞ്ഞത്, എനിക്ക് ITCക്ക് ഒരു ബുള്ളിഷ് വ്യൂ വരണമെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അതായത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടേക്കൊക്കെ റീടെസ്റ്റ് വരുമ്പോഴാണ് ഒരു ക്ലിയർ അപ് ട്രെൻഡ്, അപ്പോഴാണ് ITC മേടിക്കാവുള്ളൂ എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ ആ ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയും. SLM, സ്റ്റോപ്പ് ലോസിൽ ബൈ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇടേണ്ട കാര്യമല്ല പറഞ്ഞത്, SL ബൈ ചെയ്യുന്ന കാര്യം. വീണ്ടും പോവാം. ITC എടുക്കുന്നു, ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നു. സോ മാർക്കറ്റ് എപ്പോഴാണ് ബൈ ചെയ്യുന്നത്? എനിക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു 100 ITC മേടിക്കണമെങ്കിൽ, ഒരു 10 ITC സ്റ്റോക്ക് ഞാൻ ഇപ്പോഴത്തെ വിലയിൽ ഡെലിവറി എടുക്കാൻ കേട്ടോ ബൈ ചെയ്യണമെങ്കിൽ, ഇത് മാർക്കറ്റായി ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് ജസ്റ്റ് ബൈ ബട്ടൺ കൊടുത്താൽ മതി. ഓർഡർ ഹാസ് ബീൻ സെൻഡ് ടു എക്സ്ചേഞ്ച്. ആ സാധനം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുണ്ടാവും. സ്റ്റോക്ക് എടുക്കുക. ഓപ്പൺ പൊസിഷൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെക്യൂരിറ്റി. ഇപ്പോൾ BTSC ഡെലിവറി ആയിട്ട് എടുത്തേക്കാണല്ലോ. സോ BTSC ട്രേഡിൽ ഇവിടെ കാണാം. നിങ്ങൾ എടുത്ത് നോക്കുക. ചിലപ്പോൾ ഇൻട്രാഡേയിലായിരിക്കും വന്ന് കിടക്കുക. ബാസ്ക്കറ്റ് MTFൽ മേടിച്ചത് ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുക. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ വിൽക്കാൻ ഡെലിവറിയിൽ മേടിച്ചത് BTSC ട്രേഡിലായിരിക്കും വന്ന് കിടക്കാം. 10 ITC ബൈ ചെയ്ത് കാണാം. സോ അങ്ങനെയാണ് മാർക്കറ്റ് ബൈ ചെയ്യുക. ഇനി ലിമിറ്റ്. സോ ലിമിറ്റിൻ്റെ കേസ് എത്രയും പറഞ്ഞത് 420 അല്ല. ഈ ഒരു പ്രൈസിൽ കിട്ടിയാൽ എനിക്ക് മതി. ഇപ്പോൾ ITC ഇപ്പോഴത്തെ വില 422 ഉണ്ട്. എനിക്ക് 20 മതിയെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ലിമിറ്റ് ഓർഡർ. ഇപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി ലിമിറ്റ് ഓർഡർ എനിക്ക് വേണ്ടത് എത്രയാണ്? 422 പകരം 420 പ്രൈസ് ഇവിടെ ലിമിറ്റ് പ്രൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ബൈ ചെയ്യുക. സിമ്പിൾ. ആ ഓർഡർ പോയിട്ടുണ്ട്. ഇനി ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. എന്ത് പറ്റി? ഇപ്പോൾ നമ്മൾ 2 ഓർഡർ പ്ലേസ് ചെയ്തു, ഒരു മാർക്കറ്റും ഒരു ലിമിറ്റും. അതവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞ പേജിൽ ക്ലിക്ക് ചെയ്താൽ ഇന്നത്തെ ഓർഡേഴ്സ് കാണാം. നമ്മൾ 2 ഓർഡർ, അതിനകത്ത് ഓരോ ഓർഡർ എക്സിക്യൂട്ടായി. സ്റ്റാറ്റസ്. മാർക്കറ്റിൽ പറഞ്ഞ സാധനം എക്സിക്യൂട്ടായി. എത്ര രൂപയ്ക്ക് മേടിച്ചു? നമുക്ക് ആവറേജ് കിട്ടിയിരിക്കുന്നത് 422.35 രൂപയ്ക്ക് എനിക്ക് ആവറേജ് ആ സ്റ്റോക്ക് ബൈ ആയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ 420 പ്ലേസ് ചെയ്ത ഓർഡറിൽ നിന്ന് കാണുന്നുള്ളൂ, എക്സിക്യൂട്ട് ആയിട്ടില്ല. എനിക്കതിവിടെ മോഡിഫൈ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം 420 എത്തിയാൽ മാത്രമാണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇനി ഇപ്പോൾ തോന്നുവാണ് ഓൺ ഗോയിങ് മുന്നോട്ട് പോകുമ്പം എനിക്ക് തോന്നുവാണ് ഇത് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ എടുക്കാം. എപ്പോഴും ഈ പ്ലാറ്റ്ഫോം മാറ്റുന്നത് യൂസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് പോയി എടുക്കാം. യെസ്, ട്രേഡിംഗ് വ്യൂ എടുക്കാം. നിങ്ങൾക്കറിയാം ചാർട്ട് അനലൈസ് ചെയ്യാൻ എപ്പോഴും ട്രേഡിംഗ് പോകാൻ നല്ലത്. ഞാൻ പറയുവാണ് 420 നമ്മളിപ്പം എന്താണ് ബൈ ചെയ്യാട്ടിരിക്കുന്ന പ്രൈസ്. ഇവിടെ വന്നില്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് അല്ല, സപ്പോർട്ട്. ഈ ലൈനിലൊരു സപ്പോർട്ട് ഉണ്ട്. സോ അവിടെ ഒരു സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ വരെ വരില്ല. 421 വരെ വരുള്ളൂ എന്ന് എനിക്ക് ലേറ്റർ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഓർഡർ സെയിം ഓർഡർ തന്നെ നിങ്ങൾ മോഡിഫൈ ചെയ്താൽ മതി. പിന്നെ പുതിയ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സെയിം ഓർഡർ തന്നെ മോഡിഫൈ ചെയ്യുക. സ്റ്റോക്കിൽ പോകുന്നു, നിങ്ങളുടെ ഓർഡർ ബുക്ക് എടുക്കുന്നു. ഇവിടെ മോഡിഫൈ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ഉണ്ട്, റീ ഓർഡർ ഉണ്ട്. ഇതിൽ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് ഞാൻ 420 എന്നുള്ളത് 21 ആക്കി മോഡിഫൈ കൊടുക്കുന്നു. സോ പ്രൊസീഡ്. യെസ്, അപ്പം എൻ്റെ ഓർഡർ വീണ്ടും മോഡിഫൈ ആയി. ഇപ്പോൾ 421 ആയത് കാണാം. ഇനി അതെനിക്ക് വേണ്ട. ഇപ്പം സമയം എന്തായി? 3 മണി. അയ്യോ, മാർക്കറ്റ് അവേഴ്സ് അറിയാറായി. ഇന്ന് വീഡിയോ തീരുമെന്ന് എനിക്കറിയില്ല. എനിവേ, സോ ഈ ഓർഡർ എനിക്ക് വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ആ ഓർഡർ എനിക്കിവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതാണ് സെക്കൻഡ് ഞാൻ പറഞ്ഞ ബൈയിങ്. മാർക്കറ്റിലും മേടിച്ചു, ദെൻ നമ്മൾ എന്തിലും മേടിച്ചു? ലിമിറ്റിലും മേടിച്ചു. ഇനി തേർഡ് എന്താണ് പറഞ്ഞത്? തേർഡ്,
ഈ സ്വിങ് ഹൈ പോയാൽ, അതായത് ഇവിടെ ഒരു ലൈൻ മരിക്കാം. സോ 425 മുകളിലാണ് ബൈ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോം പോകുന്നു, ICICI ബൈ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 ക്വാണ്ടിറ്റി. ഇവിടെ ലിമിറ്റ് എടുത്തിട്ട് 400 SL എന്ന് പറയും, സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. മറ്റ് ബ്രോക്കേഴ്സിലൊക്കെ SLM ആണ്. ഇവിടെ നമ്മൾ ലിമിറ്റ് എടുത്ത് 425 ബൈ ചെയ്യേണ്ടത്. നോക്കൂ, 425, 425 ബൈ ചെയ്യേണ്ടതെങ്കിൽ താഴെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ലെസ്, ചേഞ്ച് ലെസ് എന്നുള്ളത്. ഇത് മൊബൈൽ ആപ്പിൽ ഇതില്ലാന്ന് തോന്നുന്നു, ഡയറക്റ്റാന്ന് തോന്നുന്നു. ഇവിടെ ട്രിഗർ പ്രൈസ് കൊടുക്കുക. ട്രിഗർ പ്രൈസ് എടുത്തിട്ട് ഒരു പ്രൈസ് കൊടുക്കുക. സേ 424, അല്ലെങ്കിൽ ഇത് ട്രിഗർ പ്രൈസ് 425, ലിമിറ്റ് പ്രൈസ് 425.50 0.10 പൈസയായാലും വ്യത്യാസം കൊടുത്താൽ മതി കേട്ടോ. കൊടുത്താൽ മതി, കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ നല്ലത്. ഇങ്ങനെ ഒരു പ്രൈസ് ഓർഡർ ചെയ്യുക. മനസ്സിലായില്ല? താഴെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ട്രിഗർ പ്രൈസ് കൂടി കൊടുക്കണം. ട്രിഗർ പ്രൈസ് എപ്പോഴും ഈ പ്രൈസിനേക്കാളും കുറവായിരിക്കണേ. അപ്പോൾ നമുക്ക് ആക്ച്വലി ബൈ ചെയ്യേണ്ട പ്രൈസ് 425.50 ട്രിഗർ ഇവിടെ വരുമ്പോഴാണ് ട്രിഗർ ആവുക. ഇതെങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 425 ഇതും ഒരു 10 പൈസ താഴെ 424.90 ട്രിഗർ പ്രൈസ് കൊടുത്താലും മതി. അങ്ങനെ കൊടുത്തൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ പ്ലേസ് ആയി. ഇനി ഈ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് നോക്കാം നമുക്ക്. ഈ ഓർഡറിൻ്റെ അവസ്ഥ എന്തായാലും നമ്മൾ ഓർഡർ ബുക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓർഡർ ഇവിടെ കാണാം നിങ്ങൾക്ക്. യെസ്, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓർഡേർഡ്. ഇത് ഓർഡർ ആയിട്ടുള്ളൂ. നമുക്ക് വേണ്ട പ്രൈസ് എത്രയാണ്? ലിമിറ്റ് പ്രൈസ് 425. ഈ കേസിൽ ITC 425 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് എക്സിക്യൂട്ടഡ് ആവുള്ളൂ. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കാം. ഇത് ഏത് ബ്രോക്കറിലും സെയിം ആട്ടോ. ഇതൊരു കോമൺ ഐഡിയ ആണ്. നിങ്ങൾക്ക് 3 രീതിയിൽ ലോങ് ടൈമിനോ സ്വിങ്ങിനോ ഇൻട്രാഡേ ഉള്ള സ്റ്റോക്കോ ഓപ്ഷൻ എന്തായാലും, ഇപ്പോൾ നിഫ്റ്റിയുടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയാലും ഈ രീതിയിൽ തന്നെ ബൈ ചെയ്യാം. ഇപ്പോഴത്തെ വിലയിൽ മേടിക്കാൻ ചുമ്മാ മാർക്കറ്റ് എടുത്ത് പ്ലേസ് ചെയ്യുക. താഴത്തെ പ്രൈസിൽ മേടിക്കാൻ ലിമിറ്റിൽ ബൈ ചെയ്യുക. ഹയർ പ്രൈസിൽ മേടിക്കാൻ SL ഓർഡർ പ്ലേസ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഓർഡർ. അപ്പം ട്രിഗർ പ്രൈസും കൊടുക്കണം, മറ്റു പ്രൈസും കൊടുക്കണം, ലിമിറ്റ് പ്രൈസും കൊടുക്കണം. അങ്ങനെ കൊടുത്തും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ, നാളെ ഒരു ട്രേഡിംഗ് ദിവസം ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാ ഓർഡേഴ്സും ട്രൈ ചെയ്യുക. ഒരു ക്വാണ്ടിറ്റി, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റോക്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് 30-40 രൂപയുള്ളൂ. ഈ സ്റ്റോക്ക് ഒരെണ്ണം മാർക്കറ്റിൽ മേടിക്കുക, താഴ്ന്ന വിലയിൽ ഓർഡർ പ്ലേസ് ചെയ്യുക, ഹയർ പ്രൈസിൽ ഓർഡർ പ്ലേസ് ചെയ്യുക. ഓർഡേഴ്സൊക്കെ മോഡിഫൈ ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മോഡിഫൈ ചെയ്തും സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് നോക്കാം. സോ എനിവേ മാർക്കറ്റ് അവേഴ്സ് കഴിയാറായി. ഇനിയുള്ള ഓർഡർ പ്ലേസ്മെൻറ്റ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ ഇടുന്നത് കാണിക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ എങ്ങനെ ഡീറ്റെയിൽ ചെയ്യുന്നതെന്നുള്ള നാളെ നമുക്കൊരു പുതിയ ഓർഡർ പൊസിഷൻസ് എടുത്തിട്ട് അതിൽ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മേ ബി നാളെ മിക്കവാറും ട്രാവലിംഗ് ആയിരിക്കും. സോ ഞാൻ ഇല്ലെങ്കിൽ അനന്തോ അബ്ജിത്തോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ്മെൻറ്റ് കാണിച്ചു തന്നായിരിക്കും. സോ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി പറയട്ടെ. നിങ്ങൾ MTFൽ ബൈ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു, മാർജിൻ ഫണ്ടിങ്. അത് വേണമെങ്കിൽ അതുകൂടി ഒന്ന് ബൈ ചെയ്ത് കാണിക്കാം. 5 മിനിറ്റ് കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു. മാർജിൻ എടുത്ത് കാണിക്കാം. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഷെയർ ഞാൻ ബൈ കൊടുക്കുന്നു. ഒരെണ്ണം മേടിക്കാൻ 790 വേണം. MTFൽ മേടിക്കാൻ 710 മതി. ഒരു 10 അല്ലെങ്കിൽ 100 ഷെയർ ഞാൻ MTFൽ മേടിക്കുകയാണ്. അതിൽ ബൈ കൊടുക്കുകയാണെന്ന് വെച്ചോ. മാർക്കറ്റ് ഓർഡറായിട്ട് ഞാൻ ബൈ കൊടുത്തു. യെസ്, ഇപ്പം 100 HDFC ബാങ്കിൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഷെയർ മേടിച്ചു. അത് നിങ്ങൾ ഓപ്പൺ പൊസിഷൻസിൽ പോയാൽ ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് ഇവിടെ SBI കിടക്കണ കാണാം. കണ്ടില്ലേ? ഈ സ്റ്റോക്ക് വന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ എങ്ങനെ മേടിച്ചിരിക്കുന്നത്, ITC മേടിച്ചിരിക്കുന്നത് ഇൻട്രാഡേയിലാണ്, സ്റ്റേറ്റ് ബാങ്ക് MTFലാണ്. സോ ഇൻട്രാഡേ ആയതുകൊണ്ട് ITC നമുക്കൊന്ന് സ്ക്വയർ ഓഫ് ചെയ്ത് കളയാമേ. സോ ITC ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് SBI ആണ്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഷെയർ MTFൽ മേടിച്ചത് നിങ്ങൾക്ക് കാണാം. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ഇതുപോലെ മാർജിനിൽ മേടിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രേഡിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളത് പ്ലഡ്ജ് ചെയ്യണം. ഇത് പ്ലഡ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് മെയിലൊക്കെ കിട്ടും കേട്ടോ. ICICIയുടെ ഭാഗത്ത് നിങ്ങൾക്ക് മെയിൽ വരും, SMS വരും. ദെൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ താഴെ ഇങ്ങനെ പെൻഡിങ് പ്ലഡ്ജിങ് റിക്വസ്റ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അതിൽ കാണിക്കും. ഇങ്ങനെ പ്ലഡ്ജ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 1 ഇയർ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തുടക്കം പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ ഈ ഫീച്ചർ ആദ്യം ഉപയോഗിച്ചു, മാർജിനിലൊക്കെ മേടിച്ചു. നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ പൊസിഷൻ കാണല്ല. എൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനൊരു പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത്. സോ അത് നിങ്ങൾ തെറ്റാതെ ചെയ്യുക. നിങ്ങൾ മാർജിനിൽ 3x 4x ഒക്കെ ലിവറേജ് എടുത്ത് സ്റ്റോക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് മെയിലിൽ ഇത് പ്ലഡ്ജ് ചെയ്യാനുള്ള ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്ലഡ്ജ് ചെയ്യുക. ദെൻ MTFനെ പറ്റി മറ്റൊരു കാര്യം, എല്ലാ സ്റ്റോക്കിനും ഈ 3 മടങ്ങ് കിട്ടില്ല. അത് പലരും പറയാറുണ്ട്. എടുത്ത് 1-2 പേര് പറഞ്ഞു ചില സ്റ്റോക്ക് 2 മടങ്ങ് 1 മടങ്ങ് കിട്ടുള്ളൂ. അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. സ്റ്റോക്ക് മാർജിൻ കാൽക്കുലേറ്റർ എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ICICI സ്റ്റോക്ക് മാർജിൻ കാൽക്കുലേറ്റർ, അത് മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് MTF എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പോകും. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്താലും മതി കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഏത് സ്റ്റോക്കാണ് എത്ര കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് നെയിം, ഇപ്പോൾ നമ്മൾ ITCയുടെ കേസ് തന്നെ എടുക്കാം. ITC ആണ് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് 423 ആണ്. ITC ഒരു 1000 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ എന്ത് കിട്ടും എന്ന് നോക്കാം. ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഫണ്ട് വേണ്ടത് 93,000 മതി. ICICI നിങ്ങൾക്ക് എത്ര ഫണ്ട് തരും? 3,30,000 ഫണ്ട് തരും. അങ്ങനെ മൊത്തം 4,23,000 രൂപയ്ക്ക് ITC സ്റ്റോക്ക് മേടിക്കാം. എത്ര കിട്ടി? 4.55 ടൈംസ്.
3 അല്ല കേട്ടോ, അപ്പോൾ കൂട്ടിയുണ്ടേ. ലാസ്റ്റ് ഞാൻ എടുക്കുമ്പോൾ 3 ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ 4.55 ടൈംസ് ICICI നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതാണ് ഇത്ര കൂടുതൽ കിട്ടിയത്. വേറെ ഒരെണ്ണം നോക്കണോ? 4.55 ആണ്. HDFC ബാങ്ക് നോക്കാം, അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. HDFC ബാങ്ക് ആണെങ്കിൽ അതും 4.55 ടൈംസ് ഉണ്ട്. ചെറിയ സ്റ്റോക്ക്, ഇനി ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ സ്റ്റോക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് മേടിക്കാൻ എത്ര കിട്ടും നോക്കി. അത് 2.5 ഉള്ളൂ, നേർപകുതി ഉള്ളൂ. HDFC ബാങ്കിൻ്റെ നേർപകുതി ഉള്ളൂ, സ്റ്റോക്ക് ചെറുതായതുകൊണ്ടാണ്. ഇനി വേറൊരെണ്ണം നോക്കണോ? ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇസാഫിനും 2.5 ഉള്ളൂ. അപ്പോൾ ആവറേജ് ഒക്കെ 2.5. ചെറിയ സ്റ്റോക്കുകൾക്ക് 2.5 കിട്ടുള്ളൂ. നല്ല സ്റ്റോക്ക് നിഫ്റ്റി 50 സ്റ്റോക്കിനൊക്കെ 4.5 വരെ നിങ്ങൾക്ക് ലിവറേജ് കിട്ടും. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 4.5 ലക്ഷം രൂപയുടെ പൊസിഷൻസിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. 1 കൊല്ലം ഹോൾഡ് ചെയ്യാം. പ്ലെഡ്ജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം ഹോൾഡ് ചെയ്യാം. പ്ലെഡ്ജ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ സ്ക്വയർ ഓഫ് ആയി പോകും. കസ്റ്റമർ കെയറിലൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, എൻ്റെ റിയൽ എക്സ്പീരിയൻസ് ആണ്. സോ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ ഇതേപോലെ ഗൂഗിൾ ഷീറ്റ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ എൻ്റെ ലിസ്റ്റാണ്, മിഥുൻസ് ലോങ് ടൈം വാച്ച് ലിസ്റ്റ്. ഇത് കണ്ടോ, ഇതിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ. ഇതിൻ്റെ ആവറേജ് പ്രൈസ്, ലിവറേജ് എത്ര കിട്ടുന്നു ഞാൻ നോക്കിയപ്പോൾ HDFC ബാങ്കൊക്കെ 3.3 ഉള്ളൂ. ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യണമുണ്ട്. ഇപ്പോൾ 4.5 ഉണ്ട്. ദെൻ അതിൻ്റെ ഹെയർ കട്ട്, ഇതൊക്കെ ഇങ്ങനെ ഒരു ഷീറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏത് പ്രൈസിലാണ് എൻ്റർ ചെയ്യേണ്ടത്, അത് താഴെ വന്നു കഴിഞ്ഞാൽ ഏത് പ്രൈസിലാണ് ആവറേജ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട്. അത് നോക്കി 37 സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇതിപ്പോൾ മേടിക്കില്ല, പ്രൈസ് കുറഞ്ഞു വരുമ്പോഴേ നമ്മൾ മേടിക്കും. ഇതിൽ കുറേയൊക്കെ നമ്മുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ ആണ്. ഇനി ആഡ് ചെയ്യാനുള്ളത് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വില കുറഞ്ഞ് കിട്ടിയാലേ നമ്മൾ മേടിക്കുള്ളൂ. ഇങ്ങനെ വീൽ സ്ട്രാറ്റജിക്ക് വേണ്ട കാര്യങ്ങളുണ്ട്, ഏതൊക്കെ സ്ട്രൈക്കാണ് സെല് ചെയ്യേണ്ടതെന്നുള്ളത്. ലാസ്റ്റ് ഡേ ഇത് കണ്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ്. ലോങ് ടൈം സ്റ്റോക്കുകൾ മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കേണ്ട. അപ്പോഴും നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുട്ട് ഓപ്ഷൻസ് സെല് ചെയ്യുകയും കോൾ ഓപ്ഷൻസ് സെല് ചെയ്യുകയും ചെയ്ത് ഒരു ഇൻകം. ഇപ്പം HDFC ബാങ്ക് എനിക്ക് 1300 മതിയെങ്കിൽ എനിക്ക് ആ സമയത്ത് മേടിക്കാൻ പറ്റും. 1300 എത്തുന്നത് വരെ ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ട്രാറ്റജിയിലേക്കൊന്നും കൂടുതൽ പോകാനുള്ള ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഷീറ്റ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നോക്കാം. സോ എൻ്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ദെൻ ഹെയർ കട്ട്, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. സോ ലിവറേജ് ഈ പറയുന്ന രീതിയിലാണ് കിട്ടുക. ഈ സാഫിനൊക്കെ ഇപ്പോൾ പണ്ട് 2 ഉണ്ടാകുന്നുള്ളൂ, ഇപ്പോൾ 2.5 ആക്കിയിട്ടുണ്ട്. ഇതാണ് MTFനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന് പ്ലെഡ്ജ് ചെയ്യാന്നുള്ളതും. സെക്കൻഡ് തിങ്, എല്ലാ സ്റ്റോക്കിനും ലിവറേജ് ഒരുപോലെയല്ല. നല്ല സ്റ്റോക്കുകൾക്ക് അപ് ടു 4.5 വരെയുണ്ട്. മോശം സ്റ്റോക്കിന് 2.5 ഒക്കെയാണ് ലിവറേജ് കിട്ടുക. ദെൻ സെക്കൻഡ് അടുത്ത ഫീച്ചർ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്ത് നമുക്ക് ഓപ്ഷൻ സെല് ചെയ്യാമെന്ന് പറഞ്ഞു. അത് പലരും ചോദിച്ചാൽ ആ വീഡിയോൻ്റെ താഴെ ഒത്തിരി കമൻറ്റ് വന്നു, ഈ മാർജിനിൽ മേടിച്ച സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റുമെന്ന്. അത് ഇത്തിരി കൂടുതലല്ലേ? അത് രണ്ട് പ്രൊഡക്റ്റാണ്, രണ്ടും കൂടി ക്ലബ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി മാർജിനിൽ തന്നിരിക്കുന്ന സ്റ്റോക്കിനെ പ്ലെഡ്ജ് ചെയ്ത് ഓപ്ഷൻ സെല് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെ കമൻറ്റൊക്കെ ഞാൻ താഴെ കൊടുത്തു. പക്ഷേ അത് ഇത്തിരി കൂടിപ്പോയില്ലേ സുഹൃത്തേ എന്ന് ചോദിച്ചു. ഓൾറെഡി ബാങ്ക് റിസ്ക് എടുത്ത് നിങ്ങൾക്ക് മാർജിൻ തന്നേക്കുവാണ്, അത് വീണ്ടും പ്ലെഡ്ജ് ചെയ്ത് ഓപ്ഷൻ സെല്ലോട് ചെയ്യാൻ പറഞ്ഞാൽ നടപടിയില്ല. സോ മാർജിൻ ഫണ്ടിങ് MTF എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റും, സെക്യൂരിറ്റീസ് ആസ് മാർജിൻ സാം എന്ന് പറയും. സെക്യൂരിറ്റീസ് ആസ് മാർജിൻ അത് വേറെ പ്രോഡക്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കി അറിയാം. ഈ ഫണ്ട്സ് പേജിൽ പോയി കഴിഞ്ഞാൽ ഷെയർ ആസ് മാർജിൻ, സാം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി അല്ല, ഷെയർ ആസ് മാർജിൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ കിട്ടും. പക്ഷേ MTFൽ എടുത്ത പൊസിഷൻസ് ഇവിടെ കാണാൻ പറ്റില്ല. ഇത് അല്ലാതെ നിങ്ങൾ ഡെലിവറിയിൽ മേടിച്ചത് മാത്രമാണ് ഇവിടെ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഞാൻ സ്റ്റോക്ക് SBI ആണെങ്കിൽ SBI ബൈ ചെയ്ത് ഡെലിവറിയിൽ ബൈ ചെയ്ത് ഫുൾ പൈസ കൊടുത്ത് ഇപ്പോൾ 1000 SBI മേടിക്കണമെങ്കിൽ എത്ര രൂപ വേണം? 1000 സ്റ്റേറ്റ് ബാങ്ക് മേടിക്കണമെങ്കിൽ 7,60,000 രൂപ വേണം. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സ്റ്റോക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് പ്ലെഡ്ജ് ചെയ്ത് ഓപ്ഷൻ സെല്ലിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ അതാണ്, അത് കാണിച്ചില്ലല്ലോ. ഞാൻ ഈ 10 ലക്ഷത്തിൻ്റെ അക്കൗണ്ടിൽ MTFലെല്ലാം മേടിച്ചിരിക്കുന്ന സ്റ്റോക്ക്, ഈ 10 ലക്ഷത്തിൻ്റെ അക്കൗണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ HDFC ബാങ്ക് 245 ക്വാണ്ടിറ്റി ഉണ്ട്, തമിഴ്നാട് മർച്ചൻ്റൈൽ ബാങ്ക് 200 ഉണ്ട്, ITC 850 ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഫുൾ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാ, ഇത് ലിവറേജ് എടുത്തിട്ടില്ല, ക്യാഷ് കൊടുത്ത് മേടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്കിത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റിയതും ആ ഫണ്ട് എനിക്ക് ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടി കിട്ടിയതും. സോ മനസ്സിലായല്ലോ, രണ്ടും രണ്ട് പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണ് ഉദ്ദേശം. ഇപ്പം ഞാൻ ഈ അക്കൗണ്ടിൽ ചെയ്ത പരിപാടി, കുറച്ച് സ്റ്റോക്ക് മേടിച്ചു, 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു, 8 ലക്ഷം രൂപയ്ക്ക് സ്റ്റോക്ക് മേടിച്ചു, അത് പ്ലെഡ്ജ് ചെയ്ത് ആ 8 ലക്ഷം രൂപയും ഹെയർ കട്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എനിക്ക് ഓപ്ഷൻ സെല്ലിങ്ങിന് ഉപയോഗിക്കണമെങ്കിൽ ഫുൾ പൈസ കൊടുത്തിട്ട് തന്നെ ഡെലിവറി എടുക്കണം. മാർജിനിൽ മേടിച്ച് ഈ പരിപാടിക്ക് നിൽക്കരുത്. നിൽക്കുന്നതല്ല, ബാങ്ക് തരില്ല, സമ്മതിക്കില്ല, അതിൻ്റെ ഡൗട്ട് വരരുത് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഡെലിവറി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മറ്റേ കാര്യം, ഹെയർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ HDFC ബാങ്ക് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 ലക്ഷവും നിങ്ങൾക്ക് മാർജിൻ കിട്ടില്ല, ഒരു ഇത്ര പെർസെൻറ്റേജ് കുറച്ചേ തരുള്ളൂ.
അതിനിപ്പോൾ HDFC ബാങ്കിൻ്റെ ഹെയർ കട്ട് 9%. ദാറ്റ് മീൻസ് 10 ലക്ഷം പ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ 9% കുറച്ച് ബാക്കി എമൗണ്ടേ കിട്ടുള്ളൂ. എത്ര കിട്ടും? 9,10,000 രൂപ, ഓൾമോസ്റ്റ് 9,10,000 റുപ്പീസാണ് ബാലൻസ് കിട്ടുള്ളൂ. മതി, അത് തന്നെ കുറവാണ്. ഇപ്പോൾ മറ്റ് ബ്രോക്കേഴ്സ് സെറോദിയൊക്കെ എനിക്ക് തോന്നുന്നു 20% ഉണ്ട്, ICICIയിൽ കുറവാണ്. സോ ഹെയർ കട്ടും കുറവെന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെയുണ്ട്. അതും എവിടെ കിട്ടും? ഈ ലിസ്റ്റ് എത്ര % ഓരോ സ്റ്റോക്കിൽ നിന്നുള്ളത് നിങ്ങൾക്ക് എവിടെ കിട്ടും? അതിവിടെ കിട്ടും. ഷെയറാസ് മാർജിനിൽ സ്റ്റോക്ക് ലിസ്റ്റ്. യെസ്, ഇവിടെ സ്റ്റോക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ സ്റ്റോക്ക് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹെയർ കട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് സെർച്ച് ചെയ്യണോ? ITCയുടെ ഹെയർ കട്ട് നോക്കണമെങ്കിൽ ഇവിടെ മനസ്സിലായില്ലേ, ഫണ്ടിൽ പോവുക, ഷെയറാസ് മാർജിൻ എടുക്കുക, അതിൽ പ്ലഡ്ജ് റിക്വസ്റ്റ് ഉണ്ട്, സ്റ്റാറ്റസ് ബുക്ക്, പ്ലഡ്ജ് സെക്യൂരിറ്റീസ്, അലോക്കേറ്റ് ലിമിറ്റ്, ഈ സ്റ്റോക്ക് ലിസ്റ്റ്, ഏറ്റവും ലാസ്റ്റുള്ള സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കുന്നു. ITC ആണെങ്കിൽ ITC ഞാൻ വ്യൂ കൊടുക്കുന്നു. ഓക്കെ, ITCയുടെ ഹെയർ കട്ട് നോക്കി 9%. ദാറ്റ് മീൻസ് ITC 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 9% പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9,000 രൂപ പോകും. ബാക്കി 91,000 രൂപയാണ് നിങ്ങൾക്ക് ഫണ്ട് റിലീസ് ആവുള്ളൂ. ഇതാണ് ഹെയർ കട്ട്. ഇത് കുറഞ്ഞ സ്റ്റോക്കിന് കുറവായിരിക്കും. ഇപ്പം വേറെ ഏതെങ്കിലും, ഇപ്പം കല്യാൺ ഇല്ല, അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല. ചില സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഇസാഫ് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഇസാഫ് സ്റ്റോക്ക് ആ ലിസ്റ്റിലില്ല. അപ്പോൾ ചില സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല, അത് വളരെ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സെല്ലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കും നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല. നിഫ്റ്റി നല്ല സ്റ്റോക്കുകൾ, ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് പ്ലഡ്ജ് ചെയ്യാൻ പറ്റും, നല്ല സ്റ്റോക്കാണ്, അതുകൊണ്ട് ആ ലിസ്റ്റിലുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സിന് എനിക്ക് തോന്നുന്നു 9 തന്നെയായിരിക്കും. യെസ്, 9 ആണ് ഹെയർ കട്ട്. പിന്നെ ഏതാ? ഫെഡറൽ ബാങ്ക് നോക്കണോ? ഫെഡറൽ ബാങ്ക് പ്ലഡ്ജ് ചെയ്യാം, പക്ഷേ ഹെയർ കട്ട് കൂടുതലായിരിക്കും, 11% ഉണ്ട്, വലിയ കൂടുതലൊന്നുമില്ല. സോ ഈ ഒരു ഹെയർ കട്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റോക്കാസ് മാർജിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്ത് നിങ്ങൾക്ക് മാർജിൻ കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ഡെലിവറിയിൽ സ്റ്റോക്ക് മേടിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറോദ അപ്പ് സ്റ്റോക്സിലൊക്കെ ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ ആ സ്റ്റോക്ക് അങ്ങനെ തന്നെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓൺലൈൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം, ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. അതിനൊക്കെ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ ഹെൽപ്പ് ചെയ്ത് തരും. ട്രാൻസ്ഫർ ചെയ്യുക. ഇതുപോലെ ഈ ഫണ്ട്സ് പേജിൽ പോയിട്ട് ഷെയറാസ് മാർജിൻ എന്നുള്ള സാധനം കൊടുക്കുക. 3 സ്റ്റെപ്പേ ഉള്ളൂ. ഏതൊക്കെ സ്റ്റോക്കാണ് പ്ലഡ്ജ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക, OTP വരും, ലിമിറ്റ് സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ചെയ്ത് കാണിച്ചു തരണോ? ഇപ്പോൾ HDFC 5 പ്ലഡ്ജ് ചെയ്യാനുണ്ട്, ഫ്രീ ക്വാണ്ടിറ്റി 5 ഉണ്ട്. പ്ലഡ്ജ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി നമ്മൾ 5, വാല്യൂ പ്രൈസ് ഇത്. യെസ്, എനിക്ക് എത്ര രൂപ കിട്ടും ഇത് പ്ലഡ്ജ് ചെയ്താൽ? 7,412 രൂപ ഇപ്പോൾ എനിക്ക് കിട്ടും. ഹെയർ കട്ട് 9% കുറച്ച് ലിമിറ്റ് 6,745 രൂപ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിൽ അഡീഷണൽ ലിമിറ്റ് കിട്ടും. ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പ്ലഡ്ജ് അലോക്കേറ്റ് ടു സ്റ്റോക്ക്, പ്ലഡ്ജ് അലോക്കേറ്റ് ടു F&O. അതുകൊണ്ട് F&O ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അലോക്കേറ്റ് ടു F&O എന്നുള്ള ഓപ്ഷൻ സെല്ലിങ്ങിനാണ്. അല്ല, സ്റ്റോക്ക് തന്നെ ഇൻട്രാഡേ ചെയ്യാനാണെങ്കിൽ അലോക്കേറ്റ് സ്റ്റോക്ക്. മനസ്സിലായില്ല? ഈ പ്ലഡ്ജ് ചെയ്ത എമൗണ്ട് കൊണ്ട് ഇൻട്രാഡേ സ്റ്റോക്കിലാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ ഇതാണ് എടുക്കേണ്ടത്. ഓപ്ഷൻസിലാണെങ്കിൽ ഇതെടുക്കുക. കറൻസിയും കമ്മോഡിറ്റി ആണെങ്കിൽ ഇത് കണ്ടു കൊടുക്കുക. സോ അത് രണ്ടും തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാഡേയിൽ HDFC ബാങ്ക് വീണ്ടും ട്രേഡ് ചെയ്ത് കളിക്കാനാണെങ്കിൽ സ്റ്റോക്ക് ഇത് ചെയ്യുക. F&O ഈ നിഫ്റ്റിയുടെയൊക്കെ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ സെല്ലിങ്ങാൻ പറ്റുള്ളൂ, ബൈയിങ് പറ്റില്ല. അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. ഓപ്ഷൻ സെല്ലിംഗ് ആണ് പ്ലഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലഡ്ജ് അലോക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെല് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെയാണ് കോമൺലി വന്ന ഡൗട്ടുകൾ. ഈ സെക്യൂരിറ്റീസ് ആൻഡ് മാർജിൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും മാർജിൻ ഫണ്ടിങ് MTF എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും കോമൺലി വന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതാണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അത്യാവശ്യം മറ്റേ ഓർഡർ പ്ലേസ്മെൻറ്റ്, സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ കൂടിയും നാളെ ഷൂട്ട് ചെയ്ത് ഇതിനൊപ്പം ആഡ് ചെയ്യാം. ഈ കാണുന്നതാണ് ICICI ഡയറക്റ്റിന്റെ മൊബൈൽ പ്ലാറ്റ്ഫോം. ഇപ്പോൾ നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ത്രൂ ഈസിലി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാന്ന് കാണിച്ചു തരാം. സോ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് കോർണറിൽ ഹോം ഉണ്ട്. ദെൻ അവിടെ ഞാൻ ഈ പറഞ്ഞ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സ്ക്രീനിൽ കണ്ട പോലെ ഉള്ള നമുക്ക് വേണ്ട ഫെസിലിറ്റി കാര്യങ്ങളുള്ള എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അതായത് സ്റ്റോക്സ്, ഫ്യൂച്ചർ ഓപ്ഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, കമ്മോഡിറ്റി, അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെക്കൗട്ട് ചെയ്യാം. ദെൻ അതിനുശേഷം ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ട്. ഇവിടെ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ കാണുന്ന പോലെ നമുക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ്. സോ ഇവിടെ നമുക്ക് ഏത് സ്റ്റോക്കാണോ വാച്ച് ചെയ്യാനുള്ള അത് ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. സോ ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. HDFC ലൈഫ് ഞാനിവിടെ ആഡ് ചെയ്യാണ്. HDFC ലൈഫ് ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ആയിട്ടുണ്ട്. സോ ഇതിനകത്തു നിന്ന് തന്നെ നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ XBIN ഞാനിവിടെ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഓവർവ്യൂ, റിസർച്ച്, ഫ്യൂച്ചർ, ഓപ്ഷൻ ചെയിൻ, ടെക്നിക്കൽ അനാലിസിസ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇവിടെ മോള് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഓപ്ഷൻ ചെയിൻ എടുക്കണം പെട്ടെന്ന്. സോ ഇതിനകത്ത് തന്നെ ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. ഇവിടെ ഈ സ്റ്റോക്ക് ഓപ്ഷന്റെ പർട്ടിക്കുലർ ഓപ്ഷൻ ചെയിൻ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്താണ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കാം. സോ അപ്പൊ ഞാനിവിടെ SBIയിൽ വന്നിട്ട് ഞാനിവിടെ ബൈ കൊടുക്കുകയാണ്. ദെൻ ബൈ കൊടുത്തതിന് ശേഷം നമുക്ക് ഡെലിവറി, MTF, ഇൻട്രാഡേ, സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ഓർഡർ ടൈപ്സ് കാണാൻ പറ്റും. ഇനി ഇൻട്രാഡേയിൽ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ വാച്ച് ലിസ്റ്റിൽ വന്നിട്ട് SBI തന്നെ എടുക്കുകയാണ്. ദെൻ ബൈ കൊടുക്കുകയാണ്. ദെൻ ഇവിടെ ഇൻട്രാഡേ, സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇൻട്രാഡേയിൽ നമ്മൾ നോർമലി എടുക്കുന്ന ട്രേഡ് ഇൻട്രാഡേയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇൻട്രാഡേയിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് കൂടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൂടെ വയ്ക്കുന്നുണ്ട്. സോ
നമ്മൾ ബൈ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറോദിലൊക്കെ കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ ICICIയുടെ പ്ലാറ്റ്ഫോമിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ എത്ര ക്വാണ്ടിറ്റി ആണ് ബൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുക. സോ ഞാനിവിടെ 10 ക്വാണ്ടിറ്റീസ് ബൈ ചെയ്യണം. ദെൻ മാർക്കറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാർക്കറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. കറന്റ് SBIയുടെ പ്രൈസ് നിൽക്കുന്നത്, അതായത് 780 എന്നുള്ള പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ആ കറന്റ് പ്രൈസിൽ അത് ബൈ ആവുകയും ചെയ്യും. കൂട്ടത്തിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് കൂടെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇവിടെ മാർക്കറ്റിൽ ബൈ ചെയ്യുന്നു. ഇനി ലിമിറ്റിലാണെങ്കിൽ നമുക്ക് താഴ്ന്ന പ്രൈസിൽ, അതിപ്പോൾ ഒരു 779 താഴെ വന്നിട്ട് മുകളിലോട്ട് പോകുന്നതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എങ്കിൽ നമുക്ക് അങ്ങനെ ബൈ ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ ആയിട്ട് ലിമിറ്റിൽ ഇട്ട് വയ്ക്കാം. സോ ഞാൻ മാർക്കറ്റിൽ തന്നെയാണ് ഇവിടെ ബൈ ചെയ്യുന്നത്, കൂടെ സ്റ്റോപ്പ് ലോസ് കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏകദേശം 770 എന്നുള്ള പ്രൈസ് ആണ്. സോ 770 ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. കൂടെ ഞാൻ മാർക്കറ്റിൽ ഇത് ബൈ ചെയ്യാണ്. സോ ബൈ കൊടുത്തു, ദെൻ സ്വൈപ്പ് ടു ബൈ കൊടുക്കുകയാണ്. സോ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഓർഡേഴ്സിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ പേജിലൂടെ പെൻഡിങ് ഓർഡർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ്. ഇപ്പം നമ്മൾ ബൈ ചെയ്ത കൂട്ടത്തിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ആയിട്ടുണ്ട് ഇവിടെ. ദെൻ ഇവിടെ എക്സിക്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ 10 ഷെയർ SBI ബൈ ആയതായിട്ട് കാണാൻ പറ്റും. ദെൻ പോർട്ട്ഫോളിയോയിൽ വന്നു കഴിഞ്ഞാൽ പൊസിഷനിൽ നമുക്ക് SBIന്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബൈ സ്റ്റോപ്പ് ലോസ് പറഞ്ഞ് താഴെ കണ്ടോ 10 ക്വാണ്ടിറ്റീസ് ബൈ ആയി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻ ആണത്. അവിടെ നമുക്ക് ഒരു ടാർഗറ്റ് ഓർഡർ കൂടെ കൂട്ടത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ പ്ലേസ് പ്രോഫിറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഇത് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ 86 കൊടുക്കാം, അല്ലെങ്കിൽ 90 കൊടുക്കാം. ഇപ്പോൾ 790 എന്നുള്ള പ്ലേസ് നമ്മൾ ടാർഗറ്റ് ഓർഡർ ആയിട്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ 10 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസും 10 പോയിന്റ്സ് ടാർഗറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ദെൻ സ്വൈപ്പ് ടു സെല്ല് കൊടുക്കുകയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സിൽ 2 ഓർഡേഴ്സ് കാണാൻ പറ്റും. ഇത് ഒന്ന് സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഇവിടെ താഴെ നമ്മൾ 770 വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡറും പിന്നെ മുകളിൽ 790 വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഓർഡറാണ്. സോ ഇവിടെ അറ്റ് എ ടൈം നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നിച്ച് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓർഡർ, അതായത് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണമെങ്കിലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന സമയത്ത്, അതായത് വച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസിന്റെ അവിടെ പോയിട്ട് മോഡിഫൈ കൊടുത്തിട്ട് നമുക്ക് വാല്യൂസ് കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ട്രെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ നമ്മൾ വച്ചിരിക്കുന്ന ടാർഗറ്റ് ആയാലും നമുക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് അത് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇനി അതല്ല ക്യാൻസൽ ചെയ്ത് കളയാനാണെങ്കിൽ ക്യാൻസൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അറ്റ് എ ടൈം നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വയ്ക്കാന്നുള്ളതാണ് നമ്മൾ ICICIയിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ. സോ ഞാൻ ഇവിടെ വന്നിട്ട് പൊസിഷനിൽ വന്നിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന SBI ഞാനിവിടെ മാർക്കറ്റ് പ്രൈസിൽ തന്നെ, അതായത് എക്സിറ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സിൽ പ്ലേസ് ചെയ്തിട്ടുള്ള പെൻഡിങ് ഓർഡർ ആയിട്ടുള്ള അതെല്ലാം ക്യാൻസൽ ആവും. സോ ഇൻട്രാഡേയിൽ നമ്മൾ സ്റ്റോക്കിൽ ഓർഡർ പ്ലേസ് ചെയ്താണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ സ്ട്രൈക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക്, ഇപ്പോൾ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ ആയാലും നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ഇതുപോലെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാൻ എടുക്കുകയാണ്. സോ ഇവിടെ ഓപ്ഷൻ ചെയിൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഓപ്ഷൻ ചെയിനിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഞാനിവിടെ ഓപ്ഷൻ ചെയിനിൽ വന്നു. ഞാനിവിടെ ഇപ്പോൾ റാൻഡം ആയിട്ട് എടുക്കുന്നതായതുകൊണ്ട് ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നതാണ്. സോ ഞാനിവിടെ ഓപ്ഷൻ ചെയിനിൽ വന്നിട്ട് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഞാൻ എടുക്കുകയാണ്. സോ ഞാനിവിടെ വന്നിട്ട് ബൈ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ എത്ര ക്വാണ്ടിറ്റി നമുക്ക് വേണം എന്നുള്ളത്. സോ ഇവിടെ ലോട്ട് സൈസ് ആണ്, നമുക്കറിയാം ബാങ്ക് നിഫ്റ്റി 15 ക്വാണ്ടിറ്റീസ് ആണ് 1 ലോട്ട് വരുന്നത്. അപ്പോൾ 1 ലോട്ട് മിനിമം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ 1 ലോട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ദെൻ ലിമിറ്റും മാർക്കറ്റും എന്ന് പറഞ്ഞ 2 ഓർഡർ ടൈപ്സ് ഉണ്ട്. സോ ഇവിടെ ഞാൻ കറന്റ് പ്രൈസിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞാൽ. സോ അതുകൊണ്ട് ഞാൻ മാർക്കറ്റിലാണ് ബൈ ചെയ്യുന്നത്. ദെൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൂടെ വയ്ക്കാവുന്ന ഒരു ഓർഡർ ടൈപ്പ് നമുക്ക് ഓപ്ഷൻസിലും അവൈലബിൾ ആണ്. അപ്പോൾ കറന്റ് പ്രീമിയം നിൽക്കുന്നത് 64 സോ ഞാനിപ്പോൾ കറന്റ് പ്രൈസിൽ ബൈ ചെയ്യാണ്. കൂടുതൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് കൂടെ പ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. സോ ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഇവിടെ താഴെ കൊടുക്കുക. എത്രയിലാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്, ഇപ്പോൾ നമുക്കൊരു 20 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. സോ 40 ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ്. ദെൻ ഞാൻ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, ഇത് ബൈ ചെയ്യാണ്. ഞാൻ സ്വൈപ്പ് ടു ബൈ. സോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ബൈ ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും. സോ P&L റണ്ണിംഗ് ആണ്. അപ്പൊ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ P ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ബൈ ചെയ്ത് കാണാൻ പറ്റും. ദെൻ നമ്മളിവിടെ ഓർഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ പെൻഡിങ് ഓർഡർ ആയിട്ട് ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പൊസിഷനിലുള്ള ഈ ഒരു ഓർഡർ, അതായത് ഇപ്പോൾ റണ്ണിംഗ് ആയിട്ടുള്ള ഈ ഒരു പൊസിഷൻ നമുക്ക്
സ്ക്വയർ ഓഫ് ചെയ്യാം. അതായത് ഇതിനകത്തൊരു ടാർഗറ്റ് ഓർഡർ നമുക്ക് അറ്റ് എ ടൈം വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മാർക്കറ്റിൽ, അതായത് ടാർഗറ്റ് ആവുന്ന സമയത്ത് മാർക്കറ്റിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ സ്ക്വയർ ഓഫ് അറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് മാർക്കറ്റ് ആ സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡർ അതിന്റെ കൂടെ തന്നെ ക്യാൻസൽ ആവുന്നതാണ്. സോ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പൊസിഷൻ ഞാനിവിടെ മാർക്കറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ സ്ക്വയർ ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്, ദെൻ സ്വൈപ്പ് ചെയ്യാണ്. സോ മാർക്കറ്റിൽ തന്നെ അത് എക്സിക്യൂട്ട് ആയി. അപ്പോൾ നോക്കിയേ, പെൻഡിങ് ഓർഡറിൽ നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ നിന്ന് ക്യാൻസൽ ആവണം ഓട്ടോമാറ്റിക്കലി. ദെൻ പോർട്ട്ഫോളിയോയിൽ വന്ന് നോക്കുകയാണെങ്കിൽ പൊസിഷൻ കാണാൻ പറ്റില്ല, അത് ക്ലോസ് ആയിട്ട് നമുക്ക് കാണാം. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ICICIയുടെ ഒരു അഡ്വാൻറ്റേജ്. സോ ICICI പ്ലാറ്റ്ഫോമിലേക്കുള്ള ടൂർ അല്പം ലെങ്തി ആയി പോയെങ്കിലും അല്പം നീളം കൂടിയ ടൂർ ആയിരുന്നെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രേഡർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മടിച്ച് നിൽക്കേണ്ട, നമ്മുടെ സപ്പോർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യുക. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ നമ്മുടെ സപ്പോർട്ട് ടീം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാം, വാട്സപ്പിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ഈവൻ ഒരു എനി ഡെസ്കിലൊക്കെ നിങ്ങൾ സിസ്റ്റം ഷെയർ ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ ടീം എപ്പോഴും ഫുൾ സപ്പോർട്ടും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ സർവീസസും, ക്ലാസ്സുകളാണെങ്കിലും ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാം ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഓൺലി തിങ് നമ്മളുടെ ഒപ്പം ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്നുള്ളത്. സോ എത്രയും പെട്ടെന്ന് ICICI പോയി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ICICIയിലേക്ക് സ്വിച്ച് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടം ബുക്ക് ചെയ്യാം. ബൈ.